الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാന്യരായ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിൻ്റെ അടിത്തറകളായി പഠിപ്പിച്ച 6 കാര്യങ്ങൾ. അവയിൽ 4ാമത്തെ കാര്യം അൽ ഈമാനു ബിർ-റുസുൽ വൽ അംബിയ, അള്ളാഹുവിൻ്റെ നബിമാരിലും അവൻ്റെ റസൂലുകളിലുമുള്ള വിശ്വാസമാണ്. ആമന റസൂലു എന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളിൽ ഒന്ന് പാരായണം ചെയ്യുമ്പോൾ റസൂലുകളിലുള്ള ഈ വിശ്വാസം അതിൻ്റെ പ്രാധാന്യം പ്രത്യേകം നമ്മൾ എടുത്തു പറയുന്നുണ്ട്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർറിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. അള്ളാഹുവിൻ്റെ നബിമാരിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആദ്യമായി ആരാണ് നബി, ആരാണ് റസൂൽ എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. നബി എന്ന പദം, അൻ നബിയു എന്ന പദം ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് നബ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. സൂറത്തുൻ നബ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നബ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഒരു വൃത്താന്തം, ഒരു അറിയിപ്പ്, അതിനാണ് നബ എന്ന് പറയുക. നബി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വാർത്ത അറിയിക്കുന്ന സന്ദേശവാഹകനായ ഒരാൾ, അദ്ദേഹത്തിനാണ് നബി എന്ന് പറയുക. റസൂൽ എന്ന് പറഞ്ഞാലോ, റസൂൽ എന്ന് പറഞ്ഞാൽ മുർസൽ എന്നതിൽ നിന്ന് വന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ചയാൾ, അതാണ് റസൂൽ എന്നതിൻ്റെ അർത്ഥം. എന്താണ് നബിയും എന്താണ് റസൂലും തമ്മിലുള്ള വ്യത്യാസം? അഖീദയുടെ കിതാബുകളിൽ വളരെ വിശദമായ ചർച്ചകൾ, ധാരാളം അഭിപ്രായങ്ങളോടുകൂടി നടന്ന വിഷയങ്ങളിൽ ഒന്നാണത്. ആരാണ് നബി, ആരാണ് റസൂൽ, എന്താണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം? നബിയുൻ റസൂലുൻ എന്നീ 2 പദങ്ങൾ വ്യത്യസ്ത അർത്ഥങ്ങളുള്ളവയാണ് എന്നതിൽ ഏതാണ്ട് അഭിപ്രായ വ്യത്യാസമില്ല. ഇത് രണ്ടും വെവ്വേറെ അർത്ഥങ്ങളുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യൻ. അല്ലാഹുവിൻ്റെ റസൂൽ, അങ്ങേക്ക് മുൻപ് നാം ഒരു റസൂലിനെയോ ഒരു നബിയെയോ പറഞ്ഞയച്ചിട്ടില്ല. ഉലമാക്കൾ പറഞ്ഞു, ഒരു റസൂലിനെ അല്ലെങ്കിൽ ഒരു നബിയെ എന്ന് പറയുമ്പോൾ ഈ 2 പേരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എന്താണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം? ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഏറെ പ്രസിദ്ധമായ അഭിപ്രായങ്ങളിലൊന്നാണ് അത്. റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സന്ദേശം ലഭിക്കുന്ന, എന്നാൽ ജനങ്ങൾക്ക് അത് എത്തിച്ചു നൽകാൻ ബാധ്യത ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്തയാളാണ്. അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നുണ്ട്, പക്ഷെ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ബാധ്യതയില്ല. റസൂൽ എന്നാൽ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നുണ്ട്, അത് ജനങ്ങൾക്ക് എത്തിച്ചു നൽകണമെന്ന് ഏൽപ്പിക്കപ്പെട്ടയാളാണ്. അൻ നബിയു മൻ ഊഹിയ വലം യുഅ്മർ ബിത്തബ്ലീഗ്. വഹി നൽകപ്പെടുന്ന, എന്നാൽ ജനങ്ങൾക്ക് എത്തിച്ചു നൽകാൻ കൽപ്പന ഇല്ലാത്തയാളാണ് നബി. വഹി നൽകപ്പെടുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു നൽകാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തയാളാണ് റസൂൽ. അല്ലാഹു അലം, ഈ അഭിപ്രായം ദുർബലമാണ്. മറ്റൊരു അഭിപ്രായം ചിലർ പറഞ്ഞു, നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്ക് അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിൽ വന്നെത്താത്ത, പ്രകടമായ രൂപത്തിൽ വന്നെത്താത്ത വ്യക്തികളാണ് നബി. റസൂൽ എന്നാൽ മലക്ക് പ്രകടമായ രൂപത്തിൽ വന്നെത്തുന്നതാണ്. അതും ഒരു അഭിപ്രായമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം സ്വീകരിച്ച ഖുർആനിലെ ആയത്തുകളോട് ഏറെക്കുറെ
ചേർന്നു പോകുന്ന വിശദീകരണങ്ങളിലൊന്ന്, നബി എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളായ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടയാളാണ്. റസൂൽ എന്നാൽ മുഅ്മിനീങ്ങളും കുഫാറുകളുമായ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ബനൂ ഇസ്രായേലുകാരിൽ അനേകം നബിമാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം വന്നെത്തുന്നത് പൊതുവെ അവരെ വിശ്വസിക്കുന്ന, അവരെ അംഗീകരിക്കുന്ന, അവർ നബിയാണ് എന്ന് പറയുന്ന, അത് സമ്മതിച്ചു തരുന്ന ആളുകളിലേക്കാണ്. ഹദീസുകളിൽ ചിലതിൽ അത് വന്നതായി കാണാം. മൂസയ്ക്ക് ശേഷം അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലുകാരിൽ ധാരാളം നബിമാർ വന്നിട്ടുണ്ട്. അവർ ചെയ്തിരുന്ന കാര്യം എന്താണ്? അവർ തൗറാത്ത് അനുസരിച്ച് വിധിക്കുകയാണ് ചെയ്തിരുന്നത്. എന്താ സൗണ്ട്? എന്നാൽ റസൂൽ എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, ഷുഐബിനെയും സാലിഹിനെയും ഹൂദിനെയും പോലെ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹീമിനെ പോലെ, ഈസയെ പോലെ അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പോലെ വിശ്വസിക്കുകയും വിശ്വസിക്കാത്ത ആളുകളും വിശ്വസിക്കുന്നവരും അല്ലാത്തവരും ഉൾക്കൊള്ളുന്ന ഒരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് റസൂൽ. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം സ്വീകരിച്ച അഭിപ്രായം. അതല്ലാത്ത പണ്ഡിതന്മാരും ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നബി, റസൂൽ എന്നീ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എങ്ങനെയാണ് നബിമാരിൽ വിശ്വസിക്കേണ്ടത്? മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഈമാൻ രണ്ട് രൂപത്തിലുണ്ട്. അൽ ഈമാനുൽ മുജ്മൽ വൽ ഈമാനു അൽ മുഫസ്സൽ. ഒന്ന് പൊതുവായ വിശ്വാസമാണ്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾക്കുണ്ടായിരിക്കേണ്ട വിശ്വാസം. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കുകയും തൻ്റെ ദൂതന്മാരായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദൂതന്മാരെ എല്ലാ ജനതകളിലേക്കും ദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം. അതുപോലെ തന്നെ ഈ ദൂതന്മാരോടെല്ലാം അള്ളാഹു കൽപ്പിച്ച കാര്യം, അവരെല്ലാം തങ്ങളുടെ ജനതയെ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം തൗഹീദായിരുന്നു എന്ന് വിശ്വസിക്കണം. ഇതൊക്കെ പൊതുവായ കാര്യമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ജനതയിലേക്കും നബിമാർ വന്നിട്ടുണ്ട്. വമാ മിൻ ഉമ്മത്തിൻ ഇല്ല ഖല ഫീഹ നദീർ. ഒരു താക്കീതുകാരൻ വന്നെത്താത്ത ഒരു ഉമ്മത്തുമില്ല, ഒരു ജനതയുമില്ല. എല്ലാ ജനതയിലേക്കും നബിമാർ വന്നിട്ടുണ്ട്. അറബികളിലേക്കും അനറബികളിലേക്കും ഇന്ത്യക്കാരിലേക്കും ഏതൊക്കെ നാടുകളിൽ മനുഷ്യരും സമൂഹങ്ങളും ഉണ്ടായിട്ടുണ്ടോ അവരിലേക്കെല്ലാം നബിമാർ വന്നിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. ഈ നബിമാരെല്ലാം കൽപ്പിക്കപ്പെട്ട കാര്യം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന താഗൂത്തുകളെ വെടിയാനും ജനങ്ങളോട് കൽപ്പിക്കണമെന്നതാണ്. അപ്പോൾ ഇത് നബിമാരെ കുറിച്ചുള്ള പൊതുവായ വിശ്വാസമാണ്. അതുപോലെ തന്നെ നബിമാരെ കുറിച്ചുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ് എല്ലാ നബിമാരും സത്യസന്ധന്മാരായിരുന്നു, പുണ്യവാന്മാരായിരുന്നു, ജനങ്ങളിൽ ഏറ്റവും നല്ലവരായിരുന്നു, സന്മാർഗം ലഭിച്ചവരായിരുന്നു, ധാരാളമായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നു, വിശ്വസ്തരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വസ്തതയില്ലാത്ത ഒരാളെ ഒരിക്കലും നബിയാക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചിലപ്പോൾ പറഞ്ഞതുപോലെ, അലാ തഅ്മനൂനി വഅന അമീനു മൻ ഫിസ്സമാ. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ? വഅന അമീനു മൻ ഫിസ്സമാ. ഉപരിയിലുള്ള റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അമീനാണ് ഞാൻ, അവൻ്റെ വിശ്വസ്തനാണ് ഞാൻ. അള്ളാഹു എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നബിമാരെ കുറിച്ചുള്ള വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് അവർ അള്ളാഹു എന്തൊരു കാര്യം അവരോട് കൽപ്പിക്കാൻ, എന്തൊരു കാര്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം എത്തിച്ചു കൊടുത്തവരാണ്. അതിൽ കുറവ് വരുത്തിയ ഒരു നബിയുമില്ല. തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിറവേറ്റാത്ത ഒരു നബിയുമില്ല. എല്ലാ നബിമാരുടെയും കാര്യം അതുപോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, റസൂലൻ മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജതൻ ബഅദ റുസുൽ.
അള്ളാഹു ഈ റസൂലുകളെ പറഞ്ഞയച്ചത് മുബശ്ശിരീൻ, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനാണ്. വമുൻദിരീൻ, താക്കീതുകാരായിക്കൊണ്ടാണ്, നരകത്തെക്കുറിച്ച് താക്കീത് നൽകാനാണ്. മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ ബഅദ റുസുൽ. ആ റസൂലുകൾ അള്ളാഹ് നിയോഗിച്ചത് എന്തിനാണ്? അവർ വന്നെത്തിയാൽ പിന്നെ ആ ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പക്കൽ ഒരു ന്യായവും ബാക്കിയാകാതിരിക്കാനാണ്. ഈ സന്ദേശം പറഞ്ഞിരുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. അതിനുവേണ്ടി നബിമാരെ അയച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബിമാരെല്ലാം തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ എല്ലാ നബിമാരും മനുഷ്യരായിരുന്നു, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടവരായിരുന്നു. ഒരു നബിയും അല്ലെങ്കിൽ ഒരു നബിക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശേഷണങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒരു വിശേഷണം, അവൻ്റെ പ്രത്യേകമായ ഉലൂഹിയത്തിലോ റുബൂബിയത്തിലോ പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഒരു നബിക്കും നൽകപ്പെട്ടിട്ടില്ല. എല്ലാ നബിമാരും അള്ളാഹുവിൻ്റെ ദാസന്മാരായിരുന്നു. എല്ലാ നബിമാരും മനുഷ്യന്മാർ മാത്രമായിരുന്നു. അള്ളാഹുവിൻ്റെ നബിമാർ മനുഷ്യരാണ് എന്ന് വിശ്വസിക്കൽ നബിമാരിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ്. അവർ മലക്കുകളായിരുന്നില്ല, അതല്ലെങ്കിൽ അവർ ദിവ്യത്വമുള്ളവരായിരുന്നില്ല, അതല്ലെങ്കിൽ ചിലർ പറയുന്നത് പോലെ അവർ അവതാര പുരുഷന്മാരായിരുന്നില്ല, അതല്ലെങ്കിൽ അവർ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു ദിവ്യത്വം അവരുടെ ശരീരത്തിൽ കലർന്നിരുന്നില്ല. ഈ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പാടില്ല. അവർ ചില ആളുകൾ വിശ്വസിക്കുന്ന അവർ തിളങ്ങുന്ന പ്രകാശമായിരുന്നില്ല, വെളിച്ചമായിരുന്നില്ല. അതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന സന്മാർഗദർശികൾ എന്ന അർത്ഥത്തിൽ അവർ പ്രകാശമാണ്. പക്ഷേ ഒരു മനുഷ്യന്മാരായിരുന്നു, മലക്കുകളെ പോലെ വെളിച്ചമായിരുന്നില്ല, പ്രകാശത്തിൽ നിന്ന് പടക്കപ്പെട്ടവരായിരുന്നില്ല. നബിമാരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അത് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഖാലത് ലഹും റസുലുഹും ഇൻ നഹ്നു ഇല്ലാ ബശറുൻ മിസ്ലുക്കും. റസൂലുകൾ അവരുടെ ജനതകളോട് പറഞ്ഞ കാര്യം എന്താണ്? ഇൻ നഹ്നു ഇല്ലാ ബശറുൻ മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലാതെ മറ്റൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്ന അർത്ഥത്തിൽ അവരെല്ലാം തുല്യരാണ്. മനുഷ്യർ എന്ന അർത്ഥത്തിൽ മാനുഷികത എന്നത് അവരിലെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നബിമാർ, അവർക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ട്, അവർക്കായിരിക്കും അന്തിമ വിജയമുണ്ടാകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നാ ലനൻസുറു റുസുലന, നാം നമ്മുടെ റസൂലുകളെ സഹായിക്കുന്നതാണ്. എല്ലാ നബിമാരും അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇതാണ് പൊതുവായ ഈമാനുൽ മുജ്മൽ. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ നബിമാരെക്കുറിച്ച് മൊത്തത്തിൽ വിശ്വസിക്കേണ്ട കാര്യമാണ്. ഇനി പ്രത്യേകമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതിൽപ്പെട്ടതാണ് നബിമാരുടെ പേരും അവരുടെ എണ്ണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ 18 നബിമാരുടെ പേരുകൾ സൂറത്തുൽ അൻആമിൽ 83 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. 18 നബിമാരുടെ പേരുകൾ ഒരേ സ്ഥലത്ത് അള്ളാഹു ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. സൂറത്തു അൽ അൻആമിലെ 83 മുതൽ 87 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, വതിൽക ഹുജ്ജതുന ആതൈനാഹ ഇബ്രാഹിം. ഒന്നാമത്തെ പേരതാണ് വതിൽക ഹുജ്ജതുന ആതൈനാഹ ഇബ്രാഹിം. ഇബ്രാഹിം അലാ ഖൗമിഹി നർഫഉ ദറജാതിൻ മൻ നശാഉ ഇന്ന റബ്ബക ഹകീമുൻ അലീം. വവഹബ്നാ ലഹു ഇസ്ഹാഖ. രണ്ടാമത്തെ നബിയാണ്. വയഅഖൂബ. മൂന്നാമത്തെ നബിയാണ്. കുല്ലൻ ഹദൈന വനൂഹൻ. നാലാമത്തെ ആൾ. വനൂഹൻ ഹദൈന മിൻ ഖബ്ലു വമിൻ ദുർരിയതിഹി ദാവൂദ. എത്രയായി? 5. വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസ വഹാറൂൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. പത്തായില്ലേ? വസകരിയ വയഹ്യ وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا. 18 ആളുകൾ. ഈ 18 നബിമാരുടെ പേര് സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരേ സ്ഥലത്ത് വിവരിച്ചിട്ടുണ്ട്. ഇവിടെ പറയാത്ത നബിമാർ മറ്റു സ്ഥലങ്ങളിലുണ്ട്. അവരാരൊക്കെയാണ്? ഒന്ന്, ആദിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് നബിയാണ്. വ ഇലാ ആദിൻ അഖാഹും ഹൂദ. 19 وإلى ثمود أخاهم صالحا وإلى مدين أخاهم شعيبا. അതുപോലെ وإذ قال ربك
آدم عليه الصلاة والسلام قلنا يا آدم اسكن أنت وزوجك الجنة. അതുപോലെ وإسماعيل وإدريس وذا الكفل إدريس ذا الكفل ഈ രണ്ട് നബിമാർ കുല്ലും മിന الصابرين സൂറത്തുൽ അംബിയായിലെ 85-ാമത്തെ ആയത്തിൽ അത് വന്നിട്ടുണ്ട്. പിന്നെ അവസാനത്തെ നബിയായ നമ്മുടെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും സൂറത്തുൽ ഫത്ഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും വന്നിട്ടുണ്ട്. ഇത്രയും നബിമാരുടെ പേരുകളാണ് ഖുർആനിൽ വന്നത്. ഹദീസിൽ വന്ന ഖുർആനിൽ പരാമർശിക്കപ്പെടാത്ത ഒരു നബി ഉള്ളത് യൂഷ ഇബ്നു നൂനാണ്. ഹദീസിൽ വന്ന ഖുർആനിൽ പരാമർശിക്കപ്പെടാത്ത ഒരു നബി ഉള്ളത് യൂഷ ഇബ്നു നൂനാണ്. അല്ലാഹു അലം അദ്ദേഹമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഖദറിനെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയിലൊപ്പം ഉണ്ടായിരുന്നത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. വേറെ അഭിപ്രായങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഗസാ നബിയ്യും മിനൽ അംബിയാ, നബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നബി ഒരിക്കൽ യുദ്ധം ചെയ്തു. നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ബനു ഇസ്രായേലുകാർ അവർ യുദ്ധത്തിന് തയ്യാറെടുത്തില്ല. അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകിയ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ അവർ തയ്യാറായില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് 40 വർഷത്തോളം അവർക്ക് നിഷിദ്ധമാക്കി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണത്തിന് ശേഷം ചില പണ്ഡിതന്മാർ പറഞ്ഞു യൂഷ ഇബ്നു നൂനാണ് ആ നാട് യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയത്. അപ്പോൾ ആ യുദ്ധത്തെക്കുറിച്ചാണ് ഇത് എന്ന് ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. ഫഅദ്നാ ലിൽ ഖറിയത്തി ഹീന സ്വലാത്തിൽ അസർ, അസർ നിസ്കാരത്തിൻ്റെ സമയം എത്തിയപ്പോൾ അപ്പോഴാണ് അദ്ദേഹം ഈ ഗ്രാമം വിജയിച്ചടക്കാനുള്ള സമയമായി. അപ്പോൾ ആ സമയം എത്തിയാൽ യുദ്ധം അവസാനിക്കും, പിന്നെ അടുത്ത ദിവസം കൊണ്ട് യുദ്ധം ആരംഭിക്കണം. ഫഖാല ലിശംസി, അപ്പോൾ ഈ നബി അദ്ദേഹം സൂര്യനോടായി പറഞ്ഞു, അൻതി മഅ്മൂറത്തുൻ വ അന മഅ്മൂർ, അള്ളാഹു എന്നോട് കൽപ്പനകൾ നൽകിയിട്ടുണ്ട് എന്നതുപോലെ തന്നെ നിന്നോടും അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, നീയും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥയാണ്. അല്ലാഹുമ്മ ഹ്ബിസ്ഹ അലയ്യ ഷൈഅൻ, അള്ളാഹുവെ രാത്രിയാകാതെ നീ സൂര്യനെ കുറച്ചു നേരം പിടിച്ചു നിർത്തേണമേ. ഫഹുബിസത് അലൈഹി ഹത്ത ഫതഹ അല്ലാഹു അലൈഹി, അങ്ങനെ സൂര്യൻ പിടിച്ചു നിർത്തപ്പെടുകയും അദ്ദേഹം ആ ദിവസം തന്നെ യുദ്ധം വിജയിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച് മുത്തഫഖുൻ അലൈഹി ആ ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടില്ല. പക്ഷേ ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശംസ ലം തുഹ്ബസ് അലാ ബശറിൻ ഇല്ലാ ലിയൂഷ, മനുഷ്യരാശിയിൽ ഒരാൾക്ക് വേണ്ടിയും സൂര്യനെ പിടിച്ചു നിർത്തപ്പെട്ടിട്ടില്ല യൂഷ ഇബ്നു നൂന് വേണ്ടിയല്ലാതെ. അപ്പോൾ ആ ഹദീസ്, ഈ രണ്ട് ഹദീസുകൾ ചേർത്ത് വെച്ചാൽ എന്ത് മനസ്സിലാകും? ഈ നബി യൂഷ ഇബ്നു നൂനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ചിലർ പൊതുവെ പറയാറുള്ള പേരുകളിൽ ഒന്നാണ് ഷീസ് ഇബ്നു ആദം. കിതാബുകളിൽ പല ചരിത്ര ഗ്രന്ഥങ്ങളും ഷീസിൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നബിയാണ് എന്ന ഹദീസിൽ വ്യക്തമായി സ്ഥിരപ്പെട്ടിട്ടില്ല. അല്ലാഹു അലം. ആദ്യമായി നിയോഗിക്കപ്പെട്ട റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആദം നബിയാണ്. ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. നൂഹിനും ആദമിനും ഇടയിൽ നബിമാർ വന്നിട്ടുണ്ടോ? ചില ചരിത്രകാരന്മാർ ബുദ്ധൈമി അദ്ദേഹം രേഖപ്പെടുത്തിയേക്കണം അതിനിടയിലാണ് ഇദ്രീസിൻ്റെയും അതുപോലെ തന്നെ ഷീസിൻ്റെയും കാലഘട്ടമെന്ന് ചിലർ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു അലം. ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ചിലരൊക്കെ പ്രസംഗത്തിൽ ഇത്ര വർഷം നൂഹ് നബി ജീവിച്ചു, ഇത്ര വർഷം ഷീസ് ജീവിച്ചു, ഇത്ര വർഷം ഇവർ ജീവിച്ചു, ഇത്ര വർഷം ഇവർ ജീവിച്ചു, ഇപ്പോൾ ഇത്ര വർഷമായി എന്നിങ്ങനെ ചിലർ പറയുന്നത് കാണാം പ്രസംഗങ്ങളിൽ. അത് യഥാർത്ഥത്തിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ്. ഈ പറഞ്ഞ വർഷത്തിൻ്റെ ഗണന നൂഹ് നബിയുടെ വർഷം അതേ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതല്ലാതെ ഓരോ നബിമാരും ഇത്ര വർഷം ജീവിച്ചു, അതിനുശേഷം ഇത്ര കാലഘട്ടമുണ്ടായി, ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിൽ പലതിലും യാതൊരു ഉറപ്പുമില്ല. ചരിത്രം പൊതുവെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടത് പലതും ചരിത്രമായി പറയാം, പക്ഷെ അതൊരു വിശ്വാസമായി ഒരു അഖീദയായി വിശ്വസിക്കേണ്ട കാര്യമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട
ചില ആളുകൾ പ്രസംഗത്തിൽ അത് അങ്ങനെ പറയുന്നത് കാണാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഇപ്പം ഇത്രയും നബിമാർ, റസൂലുകൾ, അവരുടെ പേര് ഖുർആനിൽ അല്ലെങ്കിൽ ഹദീസുകൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി പേര് വിവരിക്കപ്പെടാത്ത നബിമാരോ അവർ ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സുസ്ഹും അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് മുൻപ് നാം ധാരാളം നബിമാരെ അയച്ചിട്ടുണ്ട്. അവരിൽ ചിലരുടെ ചരിത്രം നാം താങ്കൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ചരിത്രം വിവരിച്ചു തന്നിട്ടില്ലാത്ത നബിമാരും നാം നിയോഗിച്ചവരിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടില്ലാത്ത നബിമാർ മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞതുപോലെ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ, ഏതൊരു ജനത ഉണ്ടായിട്ടുണ്ടോ അവരിലേക്കൊക്കെ നബിമാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ അവർ നബിമാരാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽപ്പെട്ടവരാണ് ഒന്ന് ദുൽഖർനൈൻ, അതുപോലെ തന്നെ 2 ലുഖ്മാൻ, അതുപോലെ തന്നെ 3 അൽ ഖദർ, അതുപോലെ തന്നെ തുബ്ബ എന്ന് പറയുന്നയാൾ. ഈ പറഞ്ഞതിൽ ദുൽഖർനൈൻ അദ്ദേഹം നബിയായിരുന്നില്ല. അദ്ദേഹം ഒരു മലിക്കായിരുന്നു, ഭരണാധികാരിയായിരുന്നു, രാജാവായിരുന്നു, ഒരു സാലിഹായ മനുഷ്യനായിരുന്നു. ഇതാണ് ബഹുഭൂരിപക്ഷം മുഫസ്സിറുകളും സ്വീകരിച്ച അഭിപ്രായം. ദുൽഖർനൈൻ നിങ്ങൾക്കറിയാലോ അല്ലേ, സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തിലുള്ള ചരിത്രം, യഅജൂജ് മഅജൂജിൻ്റെ ഒക്കെ ചരിത്രം പറയുന്ന സ്ഥലത്തുള്ള അദ്ദേഹം നബിയായിരുന്നില്ല, അദ്ദേഹം ഒരു സാലിഹായ രാജാവായിരുന്നു എന്നതാണ് ബഹുഭൂരിപക്ഷം മുഫസ്സിറുകളുടെയും അഭിപ്രായം. അതുപോലെ തന്നെ തുബ്ബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ അദ്രി തുബ്ബഉൻ നബിയുൻ ലഈനുൻ അം ലാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഹും ഖൈറുൻ അം ഖൗമു തുബ്ബ. മക്കയിലെ മുശ്രിക്കുകളോട് അല്ലാഹു പറഞ്ഞു, അഹും ഖൈറുൻ, അവരാണോ കൂടുതൽ നല്ലവർ, അം ഖൗമു തുബ്ബ, അതല്ലെങ്കിൽ തുബ്ബഇൻ്റെ ജനതയാണോ? ഈ തുബ്ബ ആരാണ്? അദ്ദേഹം സാലിഹായിരുന്നോ അല്ല മോശക്കാരനായിരുന്നോ? ഉദാഹരണത്തിന് ഫിർഔനിൻ്റെ ജനത, ഖൗമു ഫിർഔൻ ഖുർആനിൽ വന്നിട്ടുണ്ട്, ഖൗമു മൂസ എന്ന് വന്നിട്ടുണ്ട്. ഖൗമു മൂസ എന്ന് പറയുമ്പോൾ മൂസയുടെ ജനതയാണ്. ഖൗമു ഫിർഔൻ എന്ന് പറയുന്നത് ഫിർഔനിൻ്റെ ജനതയാണ്. ഖൗമു തുബ്ബ എന്ന് പറഞ്ഞപ്പോൾ ഈ തുബ്ബ അദ്ദേഹം സാലിഹാണോ, നബിയാണോ, മോശക്കാരനായ ഒരാളാണോ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കണം, മാ അദ്രി അതുബ്ബഉൻ ലഈനുൻ അം ലാ. തുബ്ബ എന്ന വ്യക്തി അദ്ദേഹം ശപിക്കപ്പെട്ട ഒരാളാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് എനിക്ക് അറിയുകയില്ല. ഹദീസ് പണ്ഡിതന്മാർ പൊതുവെ ദീനിൻ്റെ കാര്യത്തിൽ അറിവില്ലാതെ സംസാരിക്കരുത് എന്നത് തെളിവായി പറയാറുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അറിവില്ലാത്ത കാര്യം അറിവില്ല എന്ന് പറയുന്നതിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഹദീസിൻ്റെ ചില പണ്ഡിതന്മാർ തുബ്ബ നബിയാണോ അല്ലേ എന്നതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹു അഅലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നതാണ് അല്ലാഹു അഅലം സൂക്ഷ്മത. അവിടെ നിർത്തുക എന്നുള്ളതാണ് കൂടുതൽ നല്ലത്. അതേ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഖർനൈനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ദുൽഖർനൈൻ നബിയാണോ അല്ലേ എന്ന് എനിക്കറിയില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നബി ആയിരുന്നില്ല എന്നത് ഏതാണ്ട് എല്ലാ മുഫസ്സിറുകളും അഭിപ്രായപ്പെട്ട ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ്. അദ്ദേഹം സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അള്ളാഹു ഹിക്മത്ത് നൽകിയ തൻ്റെ മകന് അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ അള്ളാഹു ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നതിൽ നിന്ന് അദ്ദേഹത്തിനുള്ള സ്ഥാനം മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹം നബി ആയിരുന്നില്ല എന്നതാണ് ശരിയായ അഭിപ്രായം. ഇത്രയും ആളുകൾ ആരൊക്കെയിപ്പോൾ പറഞ്ഞത്? ലുഖ്മാൻ, തുബ്ബ, ദുൽഖർനൈൻ, ഈ പറഞ്ഞ 3 ആളുകൾ, അവരുടെ കാര്യത്തിൽ ചർച്ചകളുണ്ട്. 4-ാമത്തെ ആൾ, അതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്, അൽ ഖദറാണ്. ഖിദർ എന്നും പറയാറുണ്ട്, ഖദർ എന്നും പറയാറുണ്ട്, രണ്ടും പറയാവുന്നതാണ്. പൊതുവെ പ്രസിദ്ധമായ പ്രയോഗം ഖദറാണ്. ഖദർ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെയല്ല. ഖദർ എന്നതാണ് പൊതുവെ അല്ലാഹു അലം
പ്രസിദ്ധമായ പ്രയോഗം ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ നാട്ടിൽ ഖദർ നബിയെക്കുറിച്ച് ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്. അതിൽപ്പെട്ട അദ്ദേഹം ഇതുവരെ മരിച്ചിട്ടില്ല, അതുപോലെ ഖദറിന് ഒരു വിരലുണ്ട് എന്നാണോ അല്ല ഒരു വിരലില്ല എന്നാണോ, അധികം ഉണ്ട്. ഖദറിന് ഒരു വിരൽ അധികമുണ്ട് എന്നത് നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നാണ്. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സൂഫികൾ പലതരം കഥകൾ പടച്ചുണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഈ കഥകളുടെ പുറകിലുള്ള ലക്ഷ്യം? അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഖീദ വിഷയങ്ങളിൽ ഖദർ നബിയാണോ അല്ലേ എന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം വിഷയത്തിൽ കിതാബ് രചിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ കിതാബിൽ അദ്ദേഹം പറഞ്ഞു, വക്കാന ബഅദു അകാബിറുൽ ഉലമാഇ യഖൂൽ, മുൻഗാമികളിൽപ്പെട്ട വലിയ വലിയ ചില പണ്ഡിതന്മാർ അവർ പറയാറുണ്ടായിരുന്നു, അവ്വലു ഉഖ്ദത്തിൻ തുഹല്ലു മിനസ് സൻദഖതി ഇഅ്തിഖാദു കൗനിൽ ഖദറി നബിയൻ, ഖദർ ഒരു നബിയാണ് എന്ന് വിശ്വസിക്കുന്നത് മുതലാണ് ഒരാൾ വഹ്ദത്തുൽ വുജൂദിൻ്റെയും അതുപോലെ തന്നെ സൂഫി പഴച്ച വിശ്വാസങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നതിൻ്റെ തുടക്കം ഖദർ നബിയാണെന്ന് വിശ്വസിക്കലാണ്. കാരണം ഖദർ നബിയാണോ അല്ലേ എന്ന അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലാണ് സൂഫികൾ പല പഴച്ച വിശ്വാസങ്ങളും ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ നവാഖുൽ ഇസ്ലാം വായിച്ചാൽ അല്ലേ, അത് നിങ്ങൾ പഠിക്കുന്ന നവാഖുൽ ഇസ്ലാമിലെ ഒരു നാഖൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ വിവരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാമിലെ കിതാബിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം എണ്ണിയത് തന്നെ, من اعتقد أن أحدا يسعه الخروج عن شريعة محمد صلى الله عليه وسلم كما وسع الخضر الخروج عن شريعة موسى فقد كفر. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിൽ നിന്ന് ഖദർ പുറത്തു കടന്നതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ നിന്ന് ഒരാൾക്ക് പുറത്തു കടക്കാൻ സാധിക്കും. അതൊരാൾക്ക് ബാധകമല്ല. റസൂലുള്ളാഹിന്റെ ശരീഅത്ത്, അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ വിധിവിലക്കുകൾ എനിക്ക് ബാധകമല്ല. ഏതുപോലെ മൂസാ നബിയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ഖദറിന് ബാധകമാകാതിരുന്നതുപോലെ എന്ന് ഒരാൾ പറഞ്ഞാൽ കാഫിറാണ്. അഖീദയുമായി ബന്ധമുണ്ട് ഈ വിഷയത്തിന്. ഒന്നാമത്തെ കാര്യം, ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നബിയാണ്. അതാണ് ബഹുഭൂരിപക്ഷം അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുടെ ഖൗൽ. വിരലിലെണ്ണാവുന്ന ആളുകളല്ലാതെ അതിനെതിര് പറഞ്ഞിട്ടില്ല. പിന്നെയുള്ളത് സൂഫികളാണ്. അവർ പറഞ്ഞു ഖദർ വലിയാണ്, ഔലിയാക്കന്മാരിൽപ്പെട്ടവരാണ്. ഇത് ഇവരെന്തിനാണ് പറയുന്നത്? ഇത് പറയുന്നത് ഇതിനു വേണ്ടിയാണ്. അവർ പറഞ്ഞു, കണ്ടില്ലേ, മൂസയ്ക്ക് നൽകപ്പെടാത്ത വിജ്ഞാനങ്ങൾ പലതും ഖദറിനുണ്ടായിരുന്നു. മൂസ നബിയാണ്, ഖദർ വലിയാണ്. അപ്പം നബിമാർക്ക് നൽകപ്പെടാത്ത പല വിവരങ്ങളും ഇന്ന് കാലഘട്ടത്തിൽ ആർക്കുണ്ട്? ഔലിയാക്കന്മാർക്കുണ്ട്. മൂസാ നബിയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ആർക്കു ബാധകമായിരുന്നില്ല? ഖദറിന് ബാധകമായിരുന്നില്ല. അതേപോലെ ഈ കാലഘട്ടത്തിലുള്ള ഔലിയാക്കന്മാർ അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിവിലക്കുകൾ ബാധകമല്ല. മനസ്സിലായി നിൽക്കുക പറഞ്ഞതിൻ്റെ എങ്ങോട്ട് ഇത് കൊണ്ടുപോകുന്നത്? അതുകൊണ്ടാണ് ഇബ്നു ഹജർ പറഞ്ഞത്, ഖദർ നബിയാണെന്ന് വിശ്വസിക്കൽ മതനിഷേധത്തിൻ്റെ ആദ്യത്തെ കണ്ണി അറുക്കുന്നതിൻ്റെ തുടക്കമാണ്. കാരണം ഈ വിശ്വാസത്തിൽ സൂഫികൾ ഉണ്ടാക്കിയെടുത്ത അതിനുമാത്രം ചിന്തകളുണ്ട്. തരീഖത്തുകാരെ നിങ്ങൾ ഇതുപോലെ തന്നെയാണ്. ചെന്ന് കഴിഞ്ഞാൽ ഖദറുമായി ബന്ധപ്പെട്ട എണ്ണമില്ലാത്ത കഥകളുണ്ടായിരിക്കും. അതിൽ പലതും ഖുറാഫാത്തുകളാണ്. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നബിയായിരുന്നു. അദ്ദേഹം ഒരിക്കലും വലിയായിരുന്നില്ല. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം അതിന് ധാരാളം തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദറിൻ്റെ അടുക്കൽ ദീൻ പഠിക്കാൻ പോയി എന്നതാണ്. മൂസാ നബി ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണ്, റസൂലാണ്. അദ്ദേഹം ഖദറിൻ്റെ അടുക്കലേക്കാണ് ചെല്ലുന്നത്. ഒരു നബി തൻ്റെ താഴെയുള്ള വലിയൻ്റെ അടുത്തേക്ക് പോവുക എന്നത് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മൂസയെ ആ രൂപത്തിൽ ആ അവസ്ഥയിലേക്ക് എത്തിക്കുകയില്ല. നബിമാർ അവരുടെ അടുത്തു നിന്നാണ് മറ്റുള്ളവർ പഠിക്കേണ്ടത്. ഒരു നബി മറ്റൊരു നബിയുടെ അടുത്തേക്ക് പോകുക എന്നുള്ളതോ അത് സാധ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിൻ്റെ സമയത്ത് മൂസയോട് സംസാരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല വിവരങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജിൻ്റെ സമയത്ത് ഒരു നബി മറ്റൊരു നബിക്ക് വിവരം കൊടുക്കുക എന്നുള്ളത് അത് സാമാന്യമായ കാര്യമാണ്, സാധാരണമായ കാര്യമാണ്. പക്ഷേ ഒരു നബി ഒരു വലിയൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടി ചെല്ലുക എന്നതോ അത് ഒരിക്കലും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ
ഈ വിഷയം വിവരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് നോക്കൂ. മൂസാ നബി പറഞ്ഞ വാക്കെന്ന് ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുഷ്ദ. ഹൽ അത്തബിഉക, ഖദർ ഞാൻ നിങ്ങളെ പിൻപറ്റട്ടെ എന്നാണ് ചോദിച്ചത്. അലാ അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുഷ്ദ, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന് ചിലത് താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. അതുപോലെ തന്നെ അദ്ദേഹം നബിയായിരുന്നു എന്നതിനുള്ള തെളിവുകളിൽ പെട്ടതാണ് അദ്ദേഹം ഒരു കുട്ടിയെ കൊന്നു എന്നത്, ഒരു കുട്ടിയെ അദ്ദേഹം വധിച്ചു കളഞ്ഞു എന്നത്. ആർക്കും അഭിപ്രായവ്യത്യാസമില്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. നബിമാർക്ക് എന്തുണ്ടായിരിക്കും? വഹി ഉണ്ടായിരിക്കും. ഔലിയാക്കന്മാർക്ക് വഹിയില്ല. ഒരു വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റില്ല. അയാൾക്ക് പുറമേക്ക് അയാൾ എന്ത് ചെയ്തിട്ടില്ല, ആ കുട്ടിയെ കൊല്ലുന്ന നിങ്ങൾക്ക് ചരിത്രം അറിയാലോ, ഞാൻ വീട് ആവർത്തിക്കേണ്ടതില്ല. ഒരു 2 രക്ഷിതാക്കൾക്കുണ്ടായിരുന്ന ഒരു കുട്ടിയെ ഖദർ വധിച്ചു കളഞ്ഞു. അങ്ങനെ ഒരാളെ വധിക്കുക എന്നത് ഒരിക്കലും അസ്മത്തുള്ള അള്ളാഹുവിൻ്റെ സന്ദേശം കൊണ്ടല്ലാതെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അത് ചെയ്തു എന്നത് നബിയാണെന്നത് തെളിവാണ്. 3-ാമത്തെ കാര്യം, അദ്ദേഹം കപ്പലിന് ഓട്ടയിട്ടു എന്നതാണ്. കപ്പലിന് തുളയിട്ടാൽ സാധ്യതയുള്ള ഒരു കാര്യം എന്താണ്? ചിലപ്പോൾ അത് മുങ്ങിയിട്ട് ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തത് വഹീൻ്റെ അടിസ്ഥാനത്തിലാകാതെ തരമില്ല. ഔലിയാക്കന്മാർക്ക് എന്തു എന്നാലും വഹിയില്ല. അവർക്ക് ആകെയുള്ളത് കൂടിപ്പോയാൽ പറയാവുന്ന ഒരു കാര്യം ഇൽഹാമാണ്. അള്ളാഹുവിൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഇൽഹാം ഒരിക്കലും എന്തല്ല, ഉറപ്പുള്ള കാര്യമല്ല. ഒരു കാര്യം ഇൽഹാമാണോ അള്ളാഹുവിൽ നിന്നുള്ളതാണോ നമ്മുടെ മനസ്സിലുണ്ടായ തോന്നലാണോ ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതിനൊക്കെ പുറമെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം മൂസയോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ വമാ ഫഅൽതുഹു അൻ അംരി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഇങ്ങനെ പല കാരണങ്ങൾ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ പിൽക്കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ പറഞ്ഞ കാര്യമെന്ന് വേണമെങ്കിൽ പറയാം. ഖദർ നബിയാണ് എന്നത് അവർക്കിടയിൽ അത്രമാത്രം സ്ഥിരപ്പെട്ട അഭിപ്രായമാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇതാണ് നബിമാരുടെ പേരുകളുമായി ബന്ധപ്പെട്ട് വിവരിക്കാനുള്ള ചില കാര്യങ്ങൾ. രണ്ടാമത്തേത് നബിമാർക്കുള്ള ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ നബിമാരാണ്. ഒരു വലിയോ ഒരു ഷഹീദോ ഒരു സാലിഹായ മനുഷ്യനോ ഇബാദത്തുകൾ എത്ര അധികരിപ്പിച്ച ഒരാളാകട്ടെ, ഒരാൾക്കും തന്നെ നബി എന്ന പദവിക്ക് മുകളിലേക്ക് എത്താൻ സാധിക്കുകയില്ല. മനുഷ്യർക്ക് നൽകപ്പെടാവുന്നതിൽ ഏറ്റവും ഉന്നതമായ പദവി നുബൂവത്തിൻ്റെ പദവിയാണ്. അതിന് മുകളിൽ വേറെ പദവി മനുഷ്യന്മാർക്കില്ല. നബിമാരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ആരെങ്കിലും അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചാൽ അവർ ആരോടൊപ്പമാണ്? മഅൻ നബിയ്യീൻ. ആദ്യം ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരെയാണ് പറഞ്ഞത്. അവരാരാണ്? നബിമാരാണ്. മഅൻ നബിയ്യീൻ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാർക്കാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം നബിമാരുടെ പേര്, ഞാൻ നേരത്തെ പറഞ്ഞ 18 നബിമാരുടെ പേര് പറഞ്ഞതിന് ശേഷം സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞു വകുല്ലൻ ഫദ്ദൽന അലൽ ആലമീൻ. ഈ നബിമാരെ എല്ലാം വകുല്ലൻ, അവരെയെല്ലാം ഫദ്ദൽന, നാം അവർക്കെല്ലാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു അലൽ ആലമീൻ, സർവ്വലോകർക്കും മേൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരിക്കൽ ചിലർ ചോദിച്ചു, മൻ അശദ്ദുൻ നാസി ബലാഅൻ, ആരാണ് നബിയെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരീക്ഷണമുള്ള ആളുകൾ? അവിടുന്ന് പറഞ്ഞു അൽ അംബിയാഉ സുമ്മൽ അംസൽ, ഏറ്റവും പരീക്ഷണം ഉണ്ടായിരിക്കുക നബിമാർക്കാണ്. സുമ്മൽ അംസൽ, പിന്നെ അവരെക്കാൾ നേരെ നിലകൊണ്ട ആളുകൾക്ക്. അപ്പോൾ ഏറ്റവും നേരെ നിലകൊള്ളുന്ന ആൾക്കാരാരാണ്? നബിമാരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവരെപ്പോലെ പിന്നെ ഏറ്റവും നേരെ നിലകൊണ്ട ആളുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഏറ്റവും നന്നായി നേരെ നിലകൊണ്ട ആളുകൾ നബിമാരാണ്. അലൈഹിം അഫ്ളലു സ്വലാത്തു വഅത്തമ്മു തസ്ലീം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നബിയുടെ മുകളിൽ മറ്റൊരാളെ പുകഴ്ത്തി പറയുന്നത്, അയാൾക്ക് ശ്രേഷ്ഠത പറയുന്നത് അവിടുന്ന് ശക്തമായി വിലക്കിയിട്ടുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻബഗി ലിഅബ്ദിൻ അൻ യഖൂല അന ഖൈറുൻ മിൻ യൂനുസ് ഇബ്നു മത്ത. യൂനുസ് ഇബ്നു മത്തയേക്കാൾ ഞാനാണ് നല്ലവൻ എന്ന് പറയുന്നത് ഒരാൾക്ക് അനുവദനീയമല്ല, പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് യൂനുസ് നബിയെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ചരിത്രം ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ജനതയെ ഇസ്ലാമിലേക്ക് ധാരാളം കാലം ക്ഷണിക്കുകയും അവർ ഇസ്ലാം സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കുന്നതിന് മുൻപ്, ചോദിക്കുന്നതിന് മുൻപ് അദ്ദേഹം ആ നാട് വിട്ടുപോവുകയും ചെയ്തു. അപ്പം ഇനി ആരെങ്കിലും ഒരാൾ യൂനുസ് നബിയെക്കുറിച്ച് അള്ളാഹു വിവരിച്ച ഈ ചരിത്രം കേട്ടതിന് ശേഷം അന ഖൈറു മിൻ യൂനുസ്, ഞാൻ യൂനുസിനേക്കാൾ നല്ലവനാണ് എന്ന് പറയുന്നത് ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നബിമാരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധയുള്ള ആളുകൾ. നബിമാർ ജനങ്ങളിൽ ഏറ്റവും ശ്രദ്ധയുള്ളവരാണെന്ന് മനസ്സിലായി. ഇനി നബിമാരുടെ ഇടയിലോ? അവരുടെ ഇടയിൽ ഇതേപോലെ തന്നെ ശ്രദ്ധയിൽ വ്യത്യാസമുണ്ട്. എല്ലാ നബിമാരും ഒരേ പദവിയിലല്ല, എല്ലാ മലക്കുകളും ഒരേ പദവിയിലല്ല എന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു. മൂന്നാമത്തെ ജുസ് എങ്ങനെ ആരംഭിക്കുന്നത്? തിൽക റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ. തിൽക റുസുൽ, ഈ റസൂലുകൾ, ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, അവരിൽ ചിലർക്ക് നാം മറ്റു ചിലരെക്കാൾ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ പദവിയിലല്ല. മിൻഹും മൻ കല്ലമ അല്ലാഹ്, അവരുടെ കൂട്ടത്തിൽ അള്ളാഹു സംസാരിച്ച ആളുകളുണ്ട്. അതാരാണ്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. വറഫഅ ബഅദഹും ദറജാത്ത്, അവരിൽ ചിലർക്ക് നാം പദവികൾ ഉയർത്തി നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇസ്രാഇന് പോയ സന്ദർഭത്തിൽ ചില നബിമാരെ ഒന്നാം ആകാശത്ത് കണ്ടു, ചിലരെ രണ്ടാം ആകാശത്ത്, ചിലർ മൂന്നാം ആകാശത്ത്. ആകാശം മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് പദവി അധികരിക്കുകയാണോ കുറയാണോ? മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് പദവി അധികരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് 6ാമത്തെ ആകാശത്തിലാണ്. ഈസാ നബിയെ കണ്ടത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാമത്തെ ആകാശത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞു, മൂസയ്ക്ക് ഈസയേക്കാൾ പദവി ഉണ്ട് എന്നതിന് ഈ ഹദീസ് സൂചനയാണ്. ഈസയേക്കാൾ പദവി ആർക്കുണ്ട്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ട് എന്നതിന് ആ ഹദീസ് ചിലർ തെളിവാക്കിയിട്ടുണ്ട്. നബിമാർ അവരുടെ കൂട്ടത്തിൽ ചിലർക്ക് അള്ളാഹു മറ്റു ചിലരെക്കാൾ പദവി നൽകിയിട്ടുണ്ട്, ചിലർക്ക് മറ്റു ചിലരെക്കാൾ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്, ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. മൂസയോട് അള്ളാഹു സംസാരിച്ചു, കല്ലമ അല്ലാഹു മൂസ തക്ലീമ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, വ അലന്ന ലഹുൽ ഹദീദ്, ഇരുമ്പ് നാം അദ്ദേഹത്തിന് എളുപ്പമാക്കി നൽകി. അത് പിന്നെ ആയുധങ്ങളിലും അതുപോലെ തന്നെ പടച്ചട്ടകളിലുമൊക്കെ ഉപയോഗിക്കാൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നാം എളുപ്പം നൽകി. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, വലഖദ് വസഖർനാ മഅ ദാവൂദ അൽ ജിബാല യുസബ്ബിഹ്ന വത്തയ്റ വകുന്ന ഫാഇലീൻ. നാം ദാവൂദിന് പർവ്വതങ്ങളെയും പക്ഷികളെയും അദ്ദേഹത്തോടൊപ്പം തസ്ബീഹ് ചെല്ലാൻ വേണ്ടി ഒരുക്കി നൽകി. എന്തായിരിക്കും കാഴ്ച! സുബ്ഹാനല്ലാഹ്. ചില കാലഘട്ടങ്ങളിൽ നബിമാർക്ക് നൽകപ്പെട്ട പദവികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് നൽകിയ പദവികൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഒരാൾക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. ഈ പറഞ്ഞ ആളുകളെ കാണാൻ സാധിക്കുക, അവരോട് ചോദിക്കാൻ സാധിക്കുക, അവരുടെ ചരിത്രങ്ങൾ അറിയാൻ കഴിയുക. മനുഷ്യന് എത്ര അവസാനിക്കാത്ത ചരിത്രമുണ്ട്, മനുഷ്യരുടെ ചരിത്രം. ഇത് ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ നബിമാരെ കാണാൻ പറ്റുക, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് ഖുർആൻ പലയിടത്തും സ്വർഗവാസികളെക്കുറിച്ച് വിവരിക്കുമ്പോൾ പറഞ്ഞത് അവർ സോഫകളിലിരുന്ന് സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുള്ളതാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ധാരാളമുണ്ട്. എത്ര മനുഷ്യൻ്റെ ചരിത്രം എത്രയുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, മനുഷ്യർ ദുനിയാവിൽ ആഗ്രഹിച്ചിരുന്നതിൻ്റെ പൂർണ്ണത പരലോകത്തെത്തിയ ലഭിക്കും. ഷെയ്ഖ് സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കാണ്, ഒരാൾ ഇൽമു തേടിയ മനുഷ്യനായിരുന്നെങ്കിൽ ഉലമാക്കൾക്ക് സ്വർഗത്തിലെത്തിയാൽ ശുഗലുകളുണ്ട്. ഇതെന്താ? ഇതാണ് ഇന്ന് അന്വേഷിച്ചിരുന്ന, പലപ്പോഴും ചിലപ്പോൾ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത പല മസ്അലകളുണ്ടായിരിക്കും. അത് ചോദിച്ചറിയാൻ പറ്റിയ ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് ചോദിച്ചറിയാൻ സ്വർഗം, അവിടെയുള്ള ആസ്വാദനങ്ങൾ ദുനിയാവിൽ നമുക്ക് ഉള്ള അതിൻ്റെ പൂർണ്ണത സ്വർഗത്തിലുണ്ട്. അതിൽ പെട്ടതാണ് ഈ പറഞ്ഞതല്ല. അതുപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുബ്ഹാനല്ലാഹ്,
അള്ളാഹു എത്ര വലിയ അധികാരമാണ് അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹത്തിന് മൃഗങ്ങളുടെ ഭാഷ അറിയുമായിരുന്നു. ഞങ്ങൾ ഖുർആനിലെ ഭാഗം സൂറത്ത് നംലിൽ വായിച്ചത് എത്ര മനോഹരമായ ചരിത്രമാണത് അല്ലേ. അദ്ദേഹം തൻ്റെ സൈന്യവുമായി യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒരു ഉറുമ്പുകളുടെ കൂട്ടത്തിനരികിലേക്ക് അദ്ദേഹം എത്താനായപ്പോൾ അതിനടുത്തെത്താനായപ്പോൾ ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, നിങ്ങളിതാ ഉദ്ഖുലു മസാകിനക്കും, നിങ്ങൾ വീട്ടിലേക്ക് ഖാലത്ത് നംലത്തുൻ യാ അയ്യതുഹൻ നംലു ഉദ്ഖുലു മസാകിനക്കും. ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പുകളെ, നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പ്രവേശിച്ചോളൂ. ഇതിന് കാരണം പറഞ്ഞ ഉറുമ്പ് പറഞ്ഞ കാരണം എന്താണ്? സുലൈമാനും കൂട്ടരും നിങ്ങളെ ചിലപ്പോൾ ചവിട്ടി അരച്ചേക്കാം. അവർ അറിവില്ലാതെ നിങ്ങളോടുണ്ട് എന്നുള്ളത് അവരറിയാതെ ചിലപ്പോൾ അവർ ചവിട്ടി പോയേക്കാം. പണ്ഡിതന്മാർ പറയാണ് ആ ഉറുമ്പ് എത്ര ബുദ്ധിയുള്ള ജീവിയാണെന്നുള്ളതിന് അതിൽ സൂചനയുണ്ട്. കാരണം അത് ഒന്ന് ഇറങ്ങിയ പാടെ അത് തൻ്റെ ജനങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടി, എല്ലാവരെയും ഉച്ചത്തിൽ വിളിച്ചു അതിൻ്റെ ശബ്ദത്തിൽ. എന്നിട്ട് പറഞ്ഞു, ഇതാ വരാനിരിക്കുന്ന അപകടം ഇതാണ്. അപകടം എന്താണ്? സുലൈമാനും പടയും വരുന്നുണ്ട്. രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഉദ്ഖുലു മസാകിനക്കും, വീട്ടിലേക്ക് കയറിക്കോളും. പിന്നെ അതോടൊപ്പം സുലൈമാൻ നിങ്ങളെ ഒരിക്കലും ബോധപൂർവം വധിക്കുന്നതല്ല. അവർക്ക് ഉദറുണ്ട്, എന്താ അവർ നിങ്ങളെ കാണൂല, അവരറിയാതെ നിങ്ങളെ കൊന്നു കളഞ്ഞേക്കാം. ഇതെല്ലാം ഒരൊറ്റ ചെറിയ വാക്കിൽ അത് പറഞ്ഞു തീർത്തു എന്നാണ്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് അള്ളാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. ജിന്നുകൾ അദ്ദേഹത്തിനോട് ജോലിയെടുക്കുമായിരുന്നു, വലിയ 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 കെട്ടിടങ്ങൾ നിർമ്മിക്കുമായിരുന്നു. അതുപോലെ തന്നെ മറ്റ് നബിമാർ, ധാരാളം നബിമാർ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രത്യേകതകൾ, യൂസുഫ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് ഭംഗി, നസ്ഫുൽ ജമാൽ, മനുഷ്യരുടെ ഭംഗിയിൽ പകുതി അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നു എന്നാണ്. ഇങ്ങനെ പല നബിമാർ അവരുടെ ചരിത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. നബിമാർ അവരുടെ പദവികളിൽ വ്യത്യാസമുണ്ട്. നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധയുള്ളത് റസൂലുകൾക്കാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാ റസൂലും നബിയാണ്, പക്ഷേ എല്ലാ നബിയും റസൂലല്ല. എല്ലാ നബിയും റസൂലല്ല, പക്ഷേ എല്ലാ റസൂലും നബിയാണ്. കാരണം നബി എന്ന പദവിക്ക് ശേഷമുള്ള പദവിയാണ് റസൂൽ എന്ന പദവി. ചില ഉലമാക്കൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബ്ബിഅ ബി ഇഖ്റ, ഇഖ്റ എന്ന സൂറത്ത് അവതരിച്ചതോടുകൂടി അവിടുന്ന് നബിയായി. വ ഉർസില ബിൽ മുദ്ദസ്സിർ, മുദ്ദസ്സിർ എന്ന സൂറത്ത് അവതരിച്ചതോടുകൂടി അവിടുന്ന് റസൂലായി. അതോടുകൂടി അവിടുന്ന് ജനങ്ങൾക്ക് കൽപ്പന നൽകാൻ കൽപ്പന വന്നു, ജനങ്ങളെ അറിയിക്കാനുള്ള കൽപ്പന അവിടത്തേക്ക് വന്നു. നബിമാരെക്കാൾ ശ്രേഷ്ഠർ റസൂലുകളാണ്. റസൂലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ഉലുൽ അസ്മാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. റസൂലുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക. അപ്പോൾ അവർ റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഉലുൽ അസ്മി എന്ന് പറഞ്ഞാൽ എല്ലാ റസൂലും ഉലുൽ അസ്മാണ്, അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്. വേറെ ചിലർ പറഞ്ഞു, ഉലുൽ അസ്മി എന്ന് പറഞ്ഞാൽ അവർ 5 നബിമാരാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദുൻ റസൂലുള്ളാഹ് അലൈഹി അഫ്ളലു സ്വലാത്തു വഅതമ്മു തസ്ലീം. ഈ 5 റസൂലുകളാണ് ഉലുൽ അസ്മിൽപ്പെട്ട റസൂലുകൾ. ഉലുൽ അസ്മിൽപ്പെട്ട റസൂലുകൾ 5 ആളുകളാണ്. അതിന് തെളിവ് ഒന്ന് സൂറത്തുൽ അഹ്സാബിലും സൂറത്തു ഷൂറായിലും ഈ 5 നബിമാരെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ഷൂറായിൽ 13-ാമത്തെ ആയത്തിലും സൂറത്തുൽ അഹ്സാബിലെ 7-ാമത്തെ ആയത്തിലും ഈ 5 നബിമാരുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, ഈ ഉലുൽ അസ്മിൽപ്പെട്ട നബിമാർ ഇതാ ഈ പറഞ്ഞ ആളുകളാണ് എന്നതിന് പ്രത്യേകം തെളിവുണ്ട്. മാത്രമല്ല, ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ 5 നബിമാരുടെ ചരിത്രം ധാരാളമുണ്ട്. മൂസാ നബിയുടെ ചരിത്രം സൂറത്തുൽ ബഖറയിൽ അതിനു മാത്രമുണ്ട്. ഈസാ നബിയുടെ ചരിത്രം സൂറത്തുൽ മാഇദയിലുണ്ട്, ആൽ ഇമ്രാനിലുണ്ട്, സൂറത്തു മറിയമിലുണ്ട്, ഇങ്ങനെ പലയിടത്തും. അതുപോലെ നൂഹ് നബിയുടെ ചരിത്രം സൂറത്തു നൂഹുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് നബിമാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴൊക്കെ നൂഹ് നബിയുടെ ചരിത്രം ആദ്യം പറയും. പലയിടത്തും നൂഹ് നബിയുടെ ചരിത്രമുണ്ട്.
ഇബ്രാഹിം നബിയുടെ ചരിത്രം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. സൂറത്തുൽ ബഖറയിലുണ്ട്, സൂറത്ത് ആൽ ഇംറാൻ, പലയിടത്തുമുണ്ട്. ഇബ്രാഹിം നബിയുടെ ചരിത്രം അതിനു മാത്രം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട പേര് മൂസാ നബിയുടെ പേരാണ്, അലൈഹിസ്സലാത്തു വസ്സലാം. അഞ്ചാമത്തേത് നമ്മുടെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഈ 5 പേരാണ് റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത്. ഈ 5 പേരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നമ്മുടെ റസൂലിനാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇജ്മാഉള്ള കാര്യമാണ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് ഏറ്റവും അഫ്ദലായ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് ഏറ്റവും അഫ്ദലായ ഉമ്മത്ത്. അള്ളാഹുവിൻ്റെ റസൂലാണ് ഏറ്റവും അഫ്ദലായ നബി, ഏറ്റവും അഫ്ദലായ റസൂൽ. അവിടുത്തെ ഉമ്മത്താണ് ഏറ്റവും അഫ്ദലായ ഉമ്മത്ത്. സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിന് നൽകപ്പെട്ട ശ്രേഷ്ഠതകൾ വായിക്കാൻ തുടങ്ങിയാൽ അതിനു മാത്രമുണ്ട്. അള്ളാഹുവിന് ശുക്ർ പറയേണ്ടത് എത്രമാത്രം സ്വലാത്ത് അധികരിപ്പിക്കാനും എത്രമാത്രം ശുക്ർ അധികരിപ്പിക്കാനും കാരണമാകുന്ന വിവരങ്ങൾ അതിലുണ്ട്. ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പദവികൾ അങ്ങനെയുണ്ട്. അതിനോടൊപ്പം അതിൽ പലതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കാരണമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ചെയ്ത, ഈ ഉമ്മത്തിനോട് കാണിച്ച കരുണയും അനുകമ്പയും വളരെ വലുതാണ്. ഒരു നബിയും ഒരു റസൂലും തൻ്റെ ഉമ്മത്തിനോട് ഇങ്ങനെ അനുകമ്പ കാണിച്ചില്ല. അവിടെ നിന്ന് പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ദഅവത്തു മുസ്തജാബ, എല്ലാ നബിമാർക്കും ഉത്തരം ലഭിക്കാവുന്നൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാ നബിമാർക്കും അവരെല്ലാവരും ആ പ്രാർത്ഥന അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വനഖ്തബഅതുഹാ ശഫാഅതൻ ലിഉമ്മതി, ഞാൻ അത് എൻ്റെ ഉമ്മത്തിനു വേണ്ടി അന്ത്യനാളിലേക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത്, ഈ ഉമ്മത്തിന് നൽകുന്ന ഷഫാഅത്ത്, അവിടുത്തെ ഷഫാഅത്തിന് വേണ്ടി അവിടുന്ന് ഈ ദുആ എടുത്തു വച്ചിരിക്കുകയാണ്. പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കും. സുബ്ഹാനല്ലാഹ്, കഠിനമായ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി എത്ര സമയങ്ങൾ അവിടത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ആ ദുആ ഒരിക്കൽ പോലും ഉപയോഗപ്പെടുത്തിയില്ല. അവിടുന്ന് അത് പരലോകത്ത് തൻ്റെ ഉമ്മത്തിന് വേണ്ടി ബാക്കി വെച്ചു. ഖുർആനിൽ കഴിഞ്ഞുപോയ ഉമ്മത്തിൻ്റെ ചരിത്രങ്ങൾ വായിച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം, ഈസയുടെ ചരിത്രം സൂറത്തുൽ മാഇദയുടെ അവസാനത്തിലാണ് കണ്ടുവരുന്നത്. വഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും എന്ന് തുടങ്ങുന്ന ആയത്ത്, ഈസാ നബി പറഞ്ഞ വാക്ക്, അള്ളാഹു നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ അടിമകളാണ്, നീ അവർക്ക് പുറത്തു കെടുക്കുകയാണെങ്കിൽ നീ ഗഫൂറും റഹീമുമാണ്. അവിടുന്ന് ആ ആയത്ത് ഓതിയതിന് ശേഷം അവിടുന്ന് കൈകൾ ഉയർത്തി ദുആ ചെയ്തു, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ്. അവിടുന്ന് പറഞ്ഞു, ആ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ റബ്ബെ എൻ്റെ ഉമ്മത്തി എൻ്റെ ഉമ്മത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അള്ളാഹു ജിബ്രീലിനെ എൻ്റെ അടുത്തേക്ക് നിയോഗിച്ചു. ജിബ്രീൽ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു താങ്കളുടെ റബ്ബ് താങ്കളുടെ വാക്ക് കേട്ടിരിക്കുന്നു, താങ്കളുടെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു താങ്കളെ തൃപ്തിപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത്രമാത്രമുണ്ട്. നിങ്ങൾ ഓരോ സമയം എടുത്തു നോക്കൂ, അവിടുന്ന് കാണിച്ച അനുകമ്പ, അവിടുന്ന് കാണിച്ച സ്നേഹം, പിൽക്കാലത്ത് ഉമ്മത്തിന് പ്രയാസമുണ്ടാകരുത് എന്നുള്ള താല്പര്യം. തറാവീഹ് നിസ്കാരം നോക്കൂ നിങ്ങൾ, അവിടെ നിസ്കരിച്ചു, ഒന്നാമത്തെ നിസ്കാരത്തിന് വന്നു ആൾക്കാർ വന്നു, രണ്ടാമത്തെ നിസ്കാരത്തിന് ആൾ കൂടുതൽ വന്നു, മൂന്നാമത്തെ നിസ്കാരത്തിന് മസ്ജിദിൽ ആൾ നിറഞ്ഞു, നാലാമത്തെ ദിവസം സഹാബികൾ വന്നെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല, നിസ്കരിക്കാൻ വന്നില്ല. അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നബി അങ്ങ് വരാതിരുന്നത്? അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ ഈ താല്പര്യം കണ്ടപ്പോൾ ഞാൻ ഭയന്നുപോയി, ഇത് അള്ളാഹു നിർബന്ധമാക്കുമെന്ന്. ഇത് നിർബന്ധമാക്കിയ പിൽക്കാലത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് അവിടുന്ന് ചിന്തിക്കുന്നത്. ലൗല, എത്ര ഹദീസിലാണ് അവിടുന്ന് പറഞ്ഞത്, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നത് അവരോട് പറയുമായിരുന്നു. ഹദീസുകൾ ഈ വിഷയത്തിൽ അങ്ങേയറ്റമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹറീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാഹുവാണ് ഈ പറയുന്നത്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുക എന്നത് അവിടത്തേക്ക് അങ്ങേറ്റം ബുദ്ധിമുട്ടാണ്. ഹറീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേറ്റം പരിശ്രമിക്കുന്നവരാണ്. ബിൽ മുഅ്മിനീന റഊഫ് റഹീം. നമ്മുടെ സഹോദരങ്ങളെ,
അള്ളാഹുവിൻ്റെ റസൂലുമേൽ സ്വലാത്ത് അധികരിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നമുക്ക് ചെയ്തു തന്ന നന്മകൾ അതിന് പകരം ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ അവസാനിക്കാതെ സ്വലാത്ത് ചൊല്ലിയാലും അത് നിങ്ങൾക്ക് സാധിക്കില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ സ്വലാത്ത് ഇല്ല. അവിടുന്ന് നമുക്ക് ചെയ്തു തന്ന ഖൈറുകൾ അതിന് പകരമായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതകളിൽപ്പെട്ടതാണ് അവിടുത്തേക്ക് സ്വലാത്ത് ഇല്ല എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലു റസൂൽ അവിടുന്ന് പറഞ്ഞു അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആദം സന്തതികളുടെ നേതാവ് ഞാനായിരിക്കും. വഅവ്വലു മൻ യുൻഷഖു അൻഹുൽ ഖബർ, ഖബർ ആദ്യമായി തുറക്കുക എൻ്റെ ഖബറായിരിക്കും. മാത്രമല്ല ഷഫാഅത്തിൻ്റെ ഹദീസ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയം വിശദീകരിക്കുമ്പോൾ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഷഫാഅത്തുൽ ഉദ്മ, സർവ്വ മനുഷ്യർക്കും വേണ്ടിയുള്ള ഷഫാഅത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നിർവഹിക്കുക. അപ്പോൾ ഉലുൽ അസ്മിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഇബ്രാഹിമിനാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ഒരിക്കൽ സഹാബികളിൽപ്പെട്ട ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ ഖൈറൽ ബരിയ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായവരെ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ദാക ഇബ്രാഹിം, അത് ഇബ്രാഹിമാണ്, അത് ഇബ്രാഹിമാണ്. ഈ ഹദീസ് ചില ആളുകൾ ചിലപ്പോൾ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഫ്ദൽ എന്ന് പറഞ്ഞത്. അതെ, അള്ളാഹുവിൻ്റെ റസൂൽ അഫ്ദലാണ് എന്ന് വേറെ തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. റസൂൽ ഫിഖോ മറ്റോ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റ് തെളിവുകൾ സ്ഥിരപ്പെട്ട ഒരു കാര്യം പിന്നെ ഒരു കാര്യം വന്നാൽ ഇതിന് ശേഷം ഇതാണ് എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠരാണ് എന്ന് തെളിയിക്കുന്ന ഹദീസുകൾ ഇത്ര വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞത് അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അതിനുശേഷം ആരാണ് ശ്രേഷ്ഠർ എന്നതിൽ അഭിപ്രായവ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസയേക്കാൾ ശ്രേഷ്ഠതയുള്ളത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രാ മിഅ്റാജിൻ്റെ ഹദീസാണ് ഇത് തെളിവ്. പക്ഷേ അപ്പോഴും നൂഹ് നബിക്കാണോ മൂസയേക്കാൾ ശ്രേഷ്ഠതയുള്ളത്, അങ്ങനെ ഒരു ചർച്ചയുണ്ട്. അല്ലാഹു അഅലം. പലരും ഏതാണ്ട് പറഞ്ഞ അഭിപ്രായം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നീട് മൂസ, പിന്നീട് ഈസ, പിന്നീട് നൂഹ്, ഈ തർത്തീബാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ഈ തർത്തീബാണ് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞാൽ പിന്നീട് അഫ്ദൽ ആരാണ് പ്രത്യേകിച്ച് വ്യക്തമായ തെളിവുകൾ ആ വിഷയത്തിലില്ല. അല്ലാഹു അഅലം. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഇബ്രാഹിം കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ആളുകളാണ് എന്ന് മൊത്തത്തിൽ വിശ്വസിക്കുന്നത് മതിയാകുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ നബിമാർ ശ്രേഷ്ഠരാണ്, ഈ നബിയേക്കാൾ ഈ നബിക്ക് ശ്രേഷ്ഠതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സഹോദരങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉദ്ദേശം എന്താകരുത്, ഏതൊരു നബിയേക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൂസാ നബിയേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ താഴ്ത്തി കാണിക്കുക എന്ന ഉദ്ദേശമോ ലക്ഷ്യമോ ഉണ്ടാകുക ഒരിക്കലും പാടില്ല. അത് പാടില്ല. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ശ്രേഷ്ഠത ഉയർത്തി പറയുന്നത് പാടില്ല, ആ ഉദ്ദേശത്തിൽ പറയാൻ പാടില്ല. നമ്മുടെ പണ്ഡിതന്മാർ പറയും തഫ്ദീലുൻ ലാ യുറാദു ബിഹി തൻഖീസ്, മറ്റൊരാളെ ഇകഴ്ത്തുക എന്ന ഉദ്ദേശമില്ലാതെ മാത്രമേ ഒരാൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയാൻ പാടുള്ളൂ നബിമാരുടെ കാര്യത്തിൽ. ഉദാഹരണത്തിന് നമ്മൾ ചിലപ്പോൾ ഉലമാക്കളെ കുറിച്ച് പറയും, ഇന്ന ആലിം അദ്ദേഹത്തിന് ഹദീസിൽ കൂടുതൽ വിവരമുണ്ട്. അതിൻ്റെ അർത്ഥം മറ്റു പണ്ഡിതന്മാർ മോശക്കാരാണെന്നല്ല. ഒരാൾക്കുള്ള ശ്രേഷ്ഠത പ്രത്യേകം ഊന്നി പറയുക എന്നത് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു യഹൂദനും ഒരു അൻസാരിയും തമ്മിൽ തർക്കമുണ്ടായി. ഈ യഹൂദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ അബുൽ ഖാസിം ضرب وجهي رجل من أصحابك. അബുൽ ഖാസിം, എന്നെ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ അടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിപ്പിച്ചു. അവിടുന്ന് ചോദിച്ചു, അദറബ്തഹു, നീ അടിച്ചോ?
ഇയാളെ, ഈ യഹൂദനായ ആളെ. അപ്പം അദ്ദേഹം പറഞ്ഞു സമിഅ്തുഹു ബിസ്സൂഖി യഹ്ലിഫ് വല്ലദി ഇസ്തഫാ മൂസ അലൽ ബശർ. പിന്നെ അങ്ങാടിയിൽ നിന്നിട്ട് സംസാരിക്കുമ്പോൾ ശപഥം ചെയ്ത് പറയുന്നത് ഞാൻ കേട്ടു, സർവ്വ മനുഷ്യർക്കും മുകളിൽ മൂസയെ തെരഞ്ഞെടുത്ത റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഐ ഖബീസ് അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പറയരുത്, മുഹമ്മദ് നബിയുടെ മേൽ എന്ന് പറയണം എന്ന് പറഞ്ഞു. ഫഅഖദത്നി ഗദ്ബത്തുൻ ദറബ്തു വജ്ഹഹു, എനിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ അവനെ അടിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തുഖയ്യിറു ബൈനൽ അംബിയാ, നിങ്ങൾ നബിമാരിൽ ചിലർ മറ്റു ചിലരെക്കാൾ നല്ലവരാണ് എന്ന് പറയരുത്. ഫഇന്ന الناس يصعقون يوم القيامة, അന്ത്യനാളിൽ ജനങ്ങളെല്ലാം കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴുന്നതാണ്. ഫഅകൂനു അവ്വല മൻ തൻഷഖു അൻഹു അൽഅർദ്, ഞാനായിരിക്കും ഭൂമി തുറന്ന് ആദ്യമായി പുറത്തു വരിക. ഫഇദാ അന ബിമൂസ ആഖിദുൻ ബിഖായിമത്തിൻ മിൻ ഖവായിമിൽ അർശ്, ഞാൻ എഴുന്നേറ്റ് നോക്കിയാൽ മൂസയെ ഞാൻ കാണുന്നതാണ്. അദ്ദേഹം അർഷിൻ്റെ ഭാഗങ്ങളിലൊന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും, പിടുത്തങ്ങളിലൊന്ന് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഫലാ അദ്രി അകാന ഫീ മൻ സഇഖ് അം ഹൂസിബ ബിസഅഖത്തിൽ ഊല, എനിക്കറിയില്ല അദ്ദേഹം അകാന ഫീ മൻ സഇഖ്, അദ്ദേഹം കാഹളത്തിൽ ഊത്ത് കേട്ടപ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീഴുകയുണ്ടായോ എന്ന് എനിക്കറിയില്ല. അം ഹൂസിബ ബിസഅഖത്തിൽ ഊല, അല്ലെങ്കിൽ അദ്ദേഹം മുൻപൊരിക്കൽ ബോധരഹിതനായി വീണിട്ടുണ്ട്, അതിൻ്റെ പകരമായി അദ്ദേഹത്തെ ഇപ്പോൾ ഇതിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എപ്പോഴാണ് മുന്നേ ബോധരഹിതനായി വീണ്? അള്ളാഹുവിനെ നേരിൽ കാണണം എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഹദീസിൽ പറഞ്ഞതായി കാണാം ലാ തുഫദ്ദിലു ബൈന അംബിയാ ഇല്ലാ, അള്ളാഹുവിൻ്റെ നബിമാരെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഏത് അർത്ഥത്തിലാണ് പ്രത്യേകം മനസ്സിലാക്കണം. ഇത് ഏത് അർത്ഥത്തിലാണ്? തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരു നബിയെ ഇകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുന്നതിന് വേണ്ടി വേറെ ഒരു നബിയെക്കുറിച്ച് നല്ലത് പറയലാണ്. അത് പാടില്ല. കാരണം ഇവരെല്ലാവരും അള്ളാഹുവിൻ്റെ നബിമാരാണ്. പണ്ട് നമ്മളെ നാട്ടിൽ ഒരിക്കൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇതേപോലെ നസാറാക്കൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ട് ചില ആളുകൾ ഈസാ നബിയെ മോശം പറഞ്ഞു. നഊദു ബില്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ നബിയാണ്, നമ്മുടെ റസൂലാണ്. അദ്ദേഹത്തെ മോശം പറയുന്നില്ല, കുഫ്റാൻ, ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. ആളുകൾ വികാരപ്പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകാൻ പാടില്ല. നബിമാരോട് നമുക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? ചുരുക്കി ഞാനിങ്ങനെ 1, 2, 3 പറഞ്ഞു പോവാം. ഒന്ന്, നബിമാർ ആരൊക്കെയുണ്ടോ അവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ്. മുൻപ് പറഞ്ഞതുപോലെ അൽ അഖ്ബാർ, നബിമാർ എന്തൊരു വിവരം അറിയിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ കുറിച്ച്, കഴിഞ്ഞ ചരിത്രത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, നബിമാർ എന്തൊരു കാര്യം അറിയിച്ചിട്ടുണ്ടോ അത് സത്യപ്പെടുത്തുക എന്നത് നിർബന്ധമാണ്. അവർ പറയുന്നതെല്ലാം സത്യമാണ്, ഒരിക്കലും കളവ് പറയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഞാൻ ഒരിക്കൽ പോലും തമാശയായി പോലും കളവ് പറയുകയില്ല. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പോലും തമാശക്ക് പോലും കളവ് പറയാറുണ്ടായിരുന്നില്ല. അത് പറയാൻ പാടില്ല എന്നത് വേറെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാറുണ്ടായിരുന്നില്ല, മുസ്ലിങ്ങളായ ആൾക്കാരും അത് പറയാൻ പാടില്ല. അവിടുന്ന് ഹദീസിൽ കാണാം, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവൻ വൈലുല്ലഹു വൈലുല്ലി മൻ യുഹദ്ദിസു الناس ഫയക്ദിബു ലിയുദ്ഹികഹും, ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി കളവ് പറയുന്നവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നാശമുണ്ടാകട്ടെ, ശാപമുണ്ടാകട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞതായി കാണുന്നത്. തമാശയ്ക്ക് വേണ്ടി കളവ് പറയും, സത്യം പറയാം, തമാശയ്ക്ക് വേണ്ടി ഒരിക്കലും കളവ് പറയാൻ പാടില്ല. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട കാര്യം, തമാശകൾ പൊതുവെ കളവില്ലാതെ തമാശ ആവില്ല. അപ്പോൾ ചില ആൾക്കാർ അറിയാതെ അതിൽ വീണു പോകാറുണ്ട്. ചില കാര്യങ്ങൾ കുറച്ചെന്തെങ്കിലും കൂട്ടി പറയാതെ അതിൽ ആൾക്കാർക്ക് ചിരി വരില്ല. അപ്പോൾ ആളുകൾ ചിലപ്പോൾ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു എക്സ്ട്രാ കാര്യങ്ങൾ ചിലപ്പോൾ കൂട്ടി പറയും. അത് ചെയ്യരുത്. കളവ് തമാശക്കാണെങ്കിൽ പറയും, ഒരാൾ കളവ് പറയരുത്. കളവ് ഒരു മനുഷ്യനുണ്ടാകാവുന്നതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട സ്വഭാവങ്ങളൊന്നാണ്.
നബിമാരുടെ ഏറ്റവും ഒന്നാമത്തെ സ്വഭാവം സത്യസന്ധതയാണ്. ഒരു കളവ് പറയില്ല എന്നുള്ളത്. ഒരു നബി പോലും ഒരിക്കൽ കളവ് പറയുന്ന ഒരാളായി ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കളവ് ഒരിക്കലും ഉണ്ടാവരുത്. കളവ് പറയരുത്. എന്ത് കുടുങ്ങിയാലും കളവ് പറയരുത്. സത്യമേ പറയാവൂ. നബിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നായിരുന്നു. അതുകൊണ്ട് ഹദീസിൻ്റെ റിവായത്ത് നോക്കൂ നിങ്ങൾ. ഹദീസിൻ്റെ റിവായത്തിൽ കളവ് പറയുക എന്നതിനേക്കാൾ ഗുരുതരമായ ഒരു ആക്ഷേപം പറയില്ല. മാത്രമല്ല പണ്ഡിതന്മാർ ചില പറഞ്ഞേക്കണം, കളവ് പറയുന്ന ഒരുത്തൻ പിന്നീട് തൗബ ചെയ്താൽ അവൻ്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? ചില ആൾക്കാർ പറഞ്ഞു എന്നാലും ഹദീസ് സ്വീകരിക്കരുത്. കാരണം ചിലപ്പോൾ തൗബയും കളവ് പറയുന്നതായിരിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുന്നത് വരെ അവനെക്കുറിച്ചുള്ള വിശ്വസ്തത പോയി കളവ് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആളുകൾ ചിലപ്പോൾ അറിയാതെ പറയുന്ന കളവുകൾപ്പെട്ടത് കുട്ടികളോട് പറയുന്ന കളവ്. എന്തെങ്കിലും സാധനം കൊണ്ടുവരാൻ പറയും, എന്നിട്ട് പറയുമ്പോൾ അവന് ഉദ്ദേശം പോലും ഉണ്ടാവില്ല, അപ്പോഴത്തെ കരച്ചിൽ നിർത്താൻ വേണ്ടി പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സ്ത്രീ തൻ്റെ കുട്ടിയെ വിളിക്കുന്നത് കണ്ടു. ഇങ്ങോട്ട് വാ, ഞാനൊരു സാധനം തരാം. അവിടെ ചോദിച്ചു, നിൻ്റെ അടുത്ത് എന്തെങ്കിലും അയാൾക്ക് കൊടുക്കാനുണ്ടോ അവന്? അവർ പറഞ്ഞു, നബി എൻ്റെ അടുത്തൊരു കാരക്കുണ്ട്, ഒരു ഈത്തപ്പഴമുണ്ട്. അവിടെ പറഞ്ഞു, നീ ഒന്നും കയ്യിലില്ലാതെയാണ് ആ കുട്ടിയെ വിളിച്ചിരുന്നത് എങ്കിൽ നീ കളവാണ് പറഞ്ഞത്. ഒരു ചെറിയ കുട്ടിയുടെ കാര്യമാണത്. പല ആൾക്കാർ കുട്ടികളോട് കളവ് പറയുന്നത് തീരെ ഗൗരവത്തിലെടുക്കില്ല. ഒരാളോട് കളവ് പറയരുത്, കുട്ടികളോട് കളവ് പറയരുത്. കളവ് ഒരു കാരണവശാലും നാവിൽ നിന്ന് പുറത്തു വരരുത്. സത്യമല്ലാതെ പറയാൻ പാടില്ല. നബിമാർ അവരുടെ വാക്കുകളിൽ അവരെ സത്യപ്പെടുത്തണം. കാരണം അവർ സത്യമല്ലാതെ പറയുകയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ കാഫിറുകൾ നരകത്തിലെത്തിയാൽ അവർ പറയുന്ന വാക്ക് وقالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون وصدق المرسلين. അവർ പറഞ്ഞത് സത്യമായിരുന്നു. നബിമാർ പറഞ്ഞത് സത്യമാണ്. അത് നമ്മൾ മുൻപ് അസ്മാ സിഫാത്തിലും മറ്റൊക്കെ വിവരിച്ച ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി വിശ്വസിക്കുക. എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കുക. കാരണം അവിടുന്ന് ഒരിക്കലും ഈ അലങ്കാരിക പ്രയോഗങ്ങളിലൂടെയോ ആളുകൾക്കൊരിക്കലും അവാസ്തവമായ ഒരു കാര്യം തോന്നിക്കുന്ന രൂപത്തിൽ അവിടുന്ന് സംസാരിക്കില്ല. അവിടുന്ന് പറയുന്നത് എന്താണോ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക. നമുക്ക് പലപ്പോഴും ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് നമുക്ക് ചില ഹദീസുകൾ വരാനുണ്ട്. അന്ത്യനാളുടെ അടയാളങ്ങളായി പറഞ്ഞ ഹദീസുകൾ നോക്കും. അവിടുന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അത് അവിടുന്ന് ഈ കാലഘട്ടത്തിലെ അവസ്ഥ നോക്കിക്കൊണ്ട് പറഞ്ഞതാണ് എന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിൽ ഹദീസുകൾ കാണാം. ഉദാഹരണത്തിന് കൊലപാതകം അധികരിക്കുന്നതിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊലപാതകം അധികരിക്കും. അവസാനം വലാ യദ്രിൽ ഖാതിലു ലിമ ഖതൽ വലാ യദ്രിൽ മഖ്തൂലു ലിമ ഖുതിൽ. കൊന്നവൻ അറിയില്ല ഞാൻ എന്തിനാ കൊന്നത് എന്ന്, കൊല്ലപ്പെട്ടവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന്. ഇന്ന് സുബ്ഹാനല്ലാഹ് അങ്ങനെ ഒരു 10-20 കൊല്ലം മുൻപ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ പലർക്കും മനസ്സിലാവുക പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നോക്കുക, ആൾക്കാർ ചിലപ്പോൾ തോക്കെടുത്ത് അങ്ങ് വരിക, മുന്നിൽ കാണുന്ന ആൾക്കാരൊക്കെ വെടിവെക്കുക, ഒരു സ്കൂളിലേക്ക് വരിക, എന്നിട്ട് സ്കൂളിൽ ഒന്നാകുള്ള കുട്ടികളെ വെടിവെക്കുക. ആ കുട്ടികളിൽ ഏതെങ്കിലും ഒരാളുടെ ജീവൻ വന്നാൽ അവനോട് ചോദിക്കുക, നിന്നെ എന്തിനാ വെടിവെച്ചത്? എന്നെ അറിയില്ല. കൊന്നവനോട് ചോദിക്കുക, നീ എന്താ ഇവനെ കൊല്ലാൻ കാരണം, കുട്ടികളെ കൊല്ലാൻ കാരണം? പ്രത്യേകിച്ചൊരു കാരണമില്ല, എനിക്കങ്ങനെ തോന്നി. എത്ര കൃത്യമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലഘട്ടത്തെ വിവരിച്ചത് എന്ന് നോക്കുക. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ നബിമാർ അവരെ അനുസരിക്കുക എന്നത്, ഓരോ ഉമ്മത്തും ഏത് നബിയാണോ അവരിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആ നബി അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അനുസരിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഒരു നബിയെയും അള്ളാഹു നിയോഗിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം അതാണ്. ഒന്ന് അവർ പറഞ്ഞ് വിശ്വസിക്കുക, രണ്ട് അവരെ അനുസരിക്കുക. മൂന്നാമത്തെ കാര്യം അവരെ സ്നേഹിക്കുക എന്നതാണ്, നബിമാരോട് സ്നേഹമുണ്ടാകുക എന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ومن يتولى الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. ആരെങ്കിലും അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും മുഅ്മിനീങ്ങളോടും സ്നേഹബന്ധം വെച്ചു പുലർത്തിയാൽ അവരാണ് വിജയികൾ. അപ്പോൾ നബിമാരോട് സ്നേഹമുണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅശീറതുക്കും وأموال اقترفتموها وتجارة تخشون كسادها
ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സൂറത്ത് തൗബയിലെ ആയത്താണത്. അള്ളാഹു പറഞ്ഞു, നോക്കൂ, നിങ്ങൾ പറയുക നബിയെ, ഇൻ കാന ആബാഉക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ, ഔ അബ്നാഉക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, ഔ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ അടുത്ത കുടുംബബന്ധങ്ങൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചു വെച്ച നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, നിങ്ങൾ നഷ്ടം വരുമോ എന്ന് പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം, വ മസാകിനു തർദൗനഹ, നിങ്ങൾ തൃപ്തിപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ ഭവനങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്കിൽ, ഇതിനോടൊക്കെയാണ് അതിനേക്കാൾ ഇഷ്ടമുള്ളത് എങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹു അവൻ്റെ കൽപ്പനയുമായി വന്നെത്തുന്നത് വരെ. ഈ ആയത്ത് ഷെയ്ഖ് സഅദി അദ്ദേഹം പറഞ്ഞേക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചിരിക്കണം എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സ്നേഹം നിനക്ക് തിരിച്ചറിയണോ, അത് പരീക്ഷിച്ചറിയാൻ ഒരു വഴിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിൻ്റെ മനസ്സിൻ്റെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാര്യം നിൻ്റെ മുന്നിൽ വന്നെത്തുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും തൃപ്തി അതിന് നേരെ വിപരീതമായ കാര്യത്തിൽ മുന്നിൽ വന്നെത്തുന്നു. ഇത് രണ്ടും നിൻ്റെ മുന്നിലുണ്ട്. ഈ സന്ദർഭത്തിൽ നീ ഏതിനെ തിരഞ്ഞെടുക്കുന്നു എന്നത് ഈ പരീക്ഷണം നടത്താനുള്ള വഴിയാണ്. നിനക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം, നിനക്ക് ഏതിനോടാണ് കൂടുതൽ പ്രിയമുള്ളത്, നമ്മൾ സ്വന്തത്തോട് പരിശോധിക്കേണ്ട കാര്യമാണിത്. അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് മറ്റൊന്നിനേക്കാൾ വലുതാകരുത്, അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് മറ്റെന്തിനേക്കാൾ വലുതായിരിക്കണം. അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും ഒരു കാര്യത്തിനും, നമ്മുടെ സ്വന്തം ജീവന് പോലും അള്ളാഹുവിനും അവൻ്റെ റസൂലിനേക്കാളും സ്ഥാനമില്ല. അള്ളാഹുവിൻ്റെ റസൂലും ഏറ്റവും വലിയ കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ കച്ചവടമാകട്ടെ, എന്ത് കാര്യങ്ങളാകട്ടെ. സഹോദരങ്ങളെ, ഈ മത്സരമാണ് യഥാർത്ഥത്തിൽ ദുനിയാവിൽ നടക്കുന്ന മത്സരം. ഈ മത്സരമാണ് ശിർക്കും തൗഹീദും തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞത്. ഈ മത്സരമാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിലുള്ള മത്സരമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, ജനങ്ങളിൽ ചിലരുണ്ട് അവർ അള്ളാഹുവിന് പുറമെ മറ്റു ചിലരെ പങ്കാളികളായി സ്വീകരിക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരിവരെ സ്നേഹിക്കുന്നു. വല്ലദീന ആമനു, എന്നാൽ മുഅ്മിനീങ്ങൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർക്ക് അള്ളാഹുവിനോടാണ് അശദ്. ഇത് അശദ് എന്ന് പറഞ്ഞാൽ അക്ബർ എന്നോ ഒന്നല്ല ഉപയോഗിച്ച്, അശദ് എന്നാണ്. അശദ് കഠിനമായത്, ശക്തമായത്, അങ്ങേയറ്റം വരിഞ്ഞു മുറുക്കിയ സ്നേഹം അള്ളാഹുവിനോടാണുള്ളത്. ഇത് ഉണ്ടായിരിക്കണം. അള്ളാഹുവിനോട് അവൻ്റെ റസൂലിനോട് സ്നേഹം എന്നത് സഹോദരങ്ങളെ പോകെ പോകെ അധികരിക്കേണ്ടതാണ്, പോകെ പോകെ കുറയേണ്ട കാര്യമല്ല. നമ്മൾ ചിലരൊക്കെ ചിന്തിച്ചു നോക്കൂ, ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പരിശോധിക്കുക നമ്മുടെ മുന്നത്തെ അവസ്ഥ ഉണ്ട്, ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കപ്പെടുക എന്നത് മുസ്ലിം ഉമ്മത്തിനെ ഒന്നാകെ ഇളക്കിമറിക്കുമായിരുന്ന പ്രശ്നമാണ്. ഇന്ന് നമ്മൾ പലരുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വേണ്ടിയുള്ള നമ്മുടെ ഗൈറത്ത് എവിടെ, ഈർഷ്യത എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള പരിശ്രമം എവിടെ? അവിടുത്തെ ദീനിനു വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എവിടെ? വളരെ പുറകിലേക്ക് പോകരുത്. നമ്മൾ ഈ സ്നേഹം ശക്തമാവണം വേണ്ടത്, ശക്തമായി. അവസാനല്ലേ സലഫുകൾ, മുൻഗാമികളിൽ ചിലർ അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറയുക എന്നതുവരെ പ്രയാസകരമായി തീർന്നിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. പേര് പറയാന്നുള്ളത്, കാരണം അവിടുന്ന് വഫാത്തായി എന്ന കാര്യം അവരെ അത് ഓർമ്മിപ്പിക്കുമായിരുന്നു എന്നാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ കുറിച്ച് പറഞ്ഞതായി കാണാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം
പ്രായമായിട്ട് ഹദീസ് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖം ചുവക്കുമായിരുന്നു എന്നാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലെ വടി ഇങ്ങനെ വിറക്കുമായിരുന്നു എന്നാണ്, ദുഃഖം കാരണത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുണ്ടായിരുന്ന സ്നേഹം അത്ര ശക്തമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, നമ്മേക്കാൾ. അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു ആക്ഷേപം കേൾക്കുക എന്നതിന് പകരം 1000 തവണ മരിക്കുക എന്നുള്ളത് നമുക്ക് പ്രയാസമുള്ള കാര്യമല്ല, മനുഷ്യന് പ്രയാസമുള്ള കാര്യമാവാൻ പാടില്ല. അവിടുന്ന് നമുക്ക് അത്രയും വിലപ്പെട്ടവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അത്രയും വിലപ്പെട്ടവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എൻ്റെ ഉമ്മത്തിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ എന്ന് പറയുന്നവർ യഅ്തൂന മിൻ ബഅദി, അവർ എനിക്ക് ശേഷം വരുന്ന കുറച്ച് ആളുകളാണ്. അവർ ആഗ്രഹിക്കുന്നത് ലൗ റആനി ബിമാലിഹി വവലദിഹി ബിമാലിഹി വഅഹ്ലിഹി, തൻ്റെ കുടുംബത്തെയും സമ്പത്തിനെയും ഒക്കെ പകരം നൽകിയിട്ടാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു വിഭാഗം വരാനുണ്ട്. അവരാണ് എൻ്റെ ഉമ്മത്തിൽ എന്നോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവർ എന്ന് വിശ്വാസം പറഞ്ഞതായി കാണാം. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ കൊടുക്കാം, എൻ്റെ കുടുംബത്തെ മുഴുവൻ ത്യജിക്കാം, കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു നോക്ക് കാണാൻ പറ്റിയാൽ മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുള്ള നമ്മുടെ ബഹുമാനവും അവിടത്തോടുള്ള നമ്മുടെ സ്നേഹവും. അതുകൊണ്ട് പലപ്പോഴും കുഫാറുകൾ അവർ പലപ്പോഴും ചോദിക്കും, നിങ്ങൾ മുഹമ്മദ് നബിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനോടൊരു മുസ്ലിമിനുള്ള സ്നേഹം എന്താണ് എന്ന് ഒരാൾക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തുക പോലും സാധ്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലൊരു മനുഷ്യനെയും മറ്റു മനുഷ്യർ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഒരു മനുഷ്യനും ഇങ്ങനെ സ്നേഹിക്കപ്പെട്ടിട്ടില്ല, ഒരു മനുഷ്യനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ റസൂലിനോടുണ്ടായിരുന്ന സഹാബത്തിൻ്റെ സ്നേഹം പിൽക്കാലം 1400 വർഷങ്ങൾക്ക് ഇപ്പുറം മുസ്ലിങ്ങൾക്കുള്ള സ്നേഹം ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് അവിടുത്തോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ എല്ലാ നബിമാരോടും സ്നേഹമുണ്ടാകുക എന്നത്. 4ാമത്തെ കാര്യം, നബിമാർ അവർക്ക് അള്ളാഹു നൽകിയ അവരുടെ സ്ഥാനത്തിൽ അവരെക്കുറിച്ചുള്ള വിശ്വാസം, അവർക്ക് നൽകിയ സ്ഥാനത്തിൽ അവരെ നിശ്ചയിച്ചു കൊണ്ടായിരിക്കുക. അതിൽ അതിരുകവിച്ചില്ല, ഉലുവ് പാടില്ല, അതുപോലെ തന്നെ ജഫാ പാടില്ല, അലസതയും കാണിക്കാൻ പാടില്ല, പറഞ്ഞെടുത്ത് നിൽക്കുക. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നബിയാണെന്ന് പറഞ്ഞു, അപ്പം നബിയാണെന്ന് പറയാം, അതിലപ്പുറത്ത് പറയരുത്, അധികരിപ്പിക്കരുത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫി ദീനിക്കും വലാ തഖൂലു അലല്ലാഹി ഗൈറൽ ഹഖ്, അല്ലേ വേദക്കാരെ, നിങ്ങൾ ദീനിൻ്റെ കാര്യത്തിൽ അതിര് കവിയരുത്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ചില ഉലമാക്കൾ പറഞ്ഞു, അഹ്ലുൽ കിതാബുകാർ അവർ 2 രൂപത്തിലാണ് നബിമാരുടെ കാര്യത്തിൽ പഴച്ചുപോയത്. ചില ആളുകൾ നബിമാരെ പുകഴ്ത്തുന്നതിൽ അതിര് കവിഞ്ഞു, നസാറാക്കൾക്ക് സംഭവിച്ചതുപോലെ. അവർ ഈസയെ പുകഴ്ത്തി അവസാനം ഈസ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ നബിമാരോട് അതിക്രമം കാണിച്ചത്. യഹൂദർ നേരെ ഇപ്പുറത്തായിരുന്നു. അവർ നബിമാരിൽ ചിലരോട് അതിക്രമം കാണിച്ച് അവസാനം ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ നബിമാരെ വധിച്ചു കളഞ്ഞവർ അക്കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഈസാ നബിയെക്കുറിച്ച് അവർ വൃത്തികേട് പ്രചരിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെക്കുറിച്ച് അവർ മോശം പ്രചരിപ്പിച്ചു. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ വധിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അവിടുന്ന് ഷഹീദായാണ് മരിച്ചത് എന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞതായി കാണാം. എന്തുകൊണ്ട്? ഒരു ജൂത സ്ത്രീ കൊടുത്ത വിഷം കലർത്തിയ ഭക്ഷണം അത് അവിടുത്തെ മരണ സന്ദർഭത്തിൽ അവിടുത്തെ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ്. അവിടുന്ന് ഷഹീദായിട്ടാണ് മരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഷഹീദായിട്ടാണ് മരിച്ചത് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. നബിമാർ അവർക്ക് അള്ളാഹു നൽകിയ സ്ഥാനം അതിൽ അതിര് കവിച്ചിലോ അലസതയോ കാണിക്കാൻ പാടില്ല. 5ാമത്തെ കാര്യം,
നബിമാരുടെ മേൽ സ്വലാത്ത് പറയുക എന്നത്, സലാം പറയുക എന്നത്. നബിമാരെ കുറിച്ച് പറയപ്പെട്ടാൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുക. അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രമാണ് പൊതുവെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രയോഗം പൊതുവെ ഉള്ളത്. എന്നാൽ വേറെ നബിമാരെ കുറിച്ച് പറയാൻ പാടുണ്ടോ? പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പൊതുവെ അത് പ്രയോഗിക്കപ്പെടാറുള്ളത്. അവസാനത്തെ വിഷയം ഇൻഷാ അല്ലാഹ് കൂടി പറഞ്ഞു പോകുന്ന നബിമാർ അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സംരക്ഷണമുണ്ട്, ഇസ്മത്തുണ്ട്. എന്താണ് ഇസ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അവർക്ക് അള്ളാഹു അവരെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാൻ സാധിക്കുന്ന വിധത്തിലുള്ള സംരക്ഷണം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ്. നബിയെ, അള്ളാഹു താങ്കളോട് കൽപ്പിച്ചത് താങ്കൾ എത്തിച്ചു കൊടുക്കുക, അള്ളാഹു താങ്കളെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഹി എത്തിച്ചു നൽകാൻ സാധിക്കുന്ന വിധത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണമുണ്ടാക്കി. അതെല്ലാ നബിമാർക്കും ഉള്ളതാണ്. വഹി എത്തിച്ചു കൊടുക്കാൻ തടസ്സമുണ്ടാകാത്ത വിധത്തിൽ അവർക്ക് സംരക്ഷണമുണ്ടായിരിക്കും. അതുകൊണ്ട് അവർ വഹയുമായി ബന്ധപ്പെട്ട് എന്തൊരു കാര്യം പറഞ്ഞാലും അതിൽ വാസ്തവമല്ലാതെ ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹാ. അവിടുന്ന് തൻ്റെ ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, വഹയു പ്രകാരം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വഹയുമായി ബന്ധപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ തെറ്റുകളിൽ നിന്ന് മുക്തരാണ്. കാരണം ജനങ്ങൾ അവരെയാണ് മാതൃകയാക്കേണ്ടത്. അവരുടെ തെറ്റ് വരാന്നുള്ളത് പാടില്ല. വഹി എത്തിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഇസ്മത്തുണ്ട്. രണ്ടാമത്തേത് കബാഇറുദ്ദുനൂബ്, വൻപാപങ്ങൾ സംഭവിക്കുക എന്നതിൽ നിന്ന് അവർ സുരക്ഷിതരാണ്, പാപസുരക്ഷിതരാണ്. അതിൽ പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമുണ്ട്. കബാഇറുകൾ, വൻപാപങ്ങൾ ഒരിക്കലും ഒരു നബിയിൽ നിന്ന് സംഭവിക്കുകയില്ല. നബിമാരാണോ അവർക്ക് വൻപാപം സംഭവിക്കുകയില്ല. കബാഇറുകൾ, കബാഇർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിൻ്റെ ചില അടയാളങ്ങൾ പറഞ്ഞേക്കണം. ഒന്നല്ലെങ്കിൽ അള്ളാഹു ഒരു ശിക്ഷ താക്കീത് നൽകിയ, അല്ലെങ്കിൽ അള്ളാഹു ശപിച്ച തിന്മകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ നരകത്തിൽ എന്തെങ്കിലും ഒരു ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള തിന്മകൾക്കാണ് വൻപാപങ്ങൾ കബാഇറുകൾ എന്ന് പറയുക. കബാഇറുകളിൽപ്പെട്ട ഒരു കാര്യം അത് നബിമാരിൽ നിന്ന് സംഭവിക്കുകയില്ല. ഉദാഹരണത്തിന് മനഃപൂർവ്വം ഒരാളെ വധിക്കുക, അതല്ലെങ്കിൽ വ്യഭിചാരം പോലുള്ള തിന്മകളിൽ അകപ്പെടുക, ഇതൊരിക്കലും ഒരു നബിയിൽ നിന്ന് സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ മോശമായ സ്വഭാവങ്ങൾ, ജനങ്ങൾക്കിടയിൽ ഒരാളുടെ വിലയും മാന്യതയും നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും സ്വഭാവം, എന്തെങ്കിലും പ്രവൃത്തി, ഇതൊന്നും നബിമാരിൽ നിന്ന് ഒരിക്കലും സംഭവിക്കുകയില്ല. മൂന്നാമത്തേത് സഗായിറുകൾ, ചെറുപാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ്. ചെറുപാപങ്ങൾ നബിമാരിൽ നിന്ന് സംഭവിക്കാം എന്നതാണ് ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ചെറുപാപങ്ങൾ, സഗായിറുകൾ, ചെറു തെറ്റുകൾ നബിമാരിൽ നിന്ന് സംഭവിക്കാം. ഇതിനവർ തെളിവാക്കിയതൊന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചു എന്നത് അതിന് തെളിവാണ്. അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനു വേണ്ടി ദുആ ചെയ്തു എന്നത്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നത് ഈ പറഞ്ഞ അതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലുണ്ടായ തെറ്റ് ഖുർആനിൽ അതിനെക്കുറിച്ച് അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറുപാപങ്ങൾ നബിമാർക്ക് സംഭവിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവർ പറഞ്ഞു, ഉദാഹരണത്തിന് തേന് ഇനി ഞാൻ കഴിക്കില്ല എന്ന തീരുമാനം പറഞ്ഞത്, യാ അയ്യുഹൻ നബി ലിമ തുഹർറിമു മാ അഹല്ലല്ലാഹു ലക് എന്ന ആയത്തിറങ്ങില്ലേ. തേന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് സൂറത്ത് തഹരീമിൻ്റെ അവതരണ സാഹചര്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് കാരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരിൽ ഒരാളുടെ അടുത്ത് ചെന്നപ്പോൾ തേന് കുടിച്ചു. അപ്പോൾ
ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും അവർ തമ്മിൽ പറഞ്ഞു, ഇനി റസൂൽ തേൻ കഴിച്ചിട്ട് വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് നിങ്ങൾ തേൻ കഴിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ അവിടത്തേക്ക് വായ ഒരാൾ മണം ഉണ്ടായി എന്നറിയുന്ന പ്രയാസമുണ്ടാക്കുമായിരുന്നു. ഒരാൾ പറഞ്ഞു, രണ്ടാമത്തെ ആളും പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യില്ല, തേൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശം. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അയ്യുഹൻ നബി ലിമ തുഹർറിമു മാ അഹല്ലല്ലാഹു ലക്, അള്ളാഹു അനുവദിച്ച് നൽകിയത് എന്തിനാണ് നബിയെ അങ്ങ് ഹറാമാക്കുന്നത്. കുറേ അഭിപ്രായങ്ങളുണ്ട്, രണ്ടാമതൊരു അഭിപ്രായം കൂടിയുണ്ട്. അപ്പോൾ അത് ചിലർ ഇതിന് തെളിവായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തു അബസ അവതരിക്കാനുള്ള കാരണം, അബസ വതവല്ല ജാഅഹുൽ അഅമ, അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവിടുന്ന് ഖുറൈശികളിലെ തലവന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉസൈമീൻ പറഞ്ഞേക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അന്ധനായ ഒരാളെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാളെ തഴഞ്ഞതല്ല. അവിടത്തേക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ആകെ ചിന്തിച്ചത് എന്താണ്, എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ ആളുകൾ പ്രമാണിമാരാണ്. ഇവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന പല ഉപദ്രവങ്ങളും അവസാനിക്കും. ബിലാലിനെയും യാസറിനെയും അമ്മാറിനെയും ഒക്കെ പോലെയുള്ള ആളുകൾ അവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അവസാനിക്കും ഇവരൊന്ന് ഇസ്ലാം സ്വീകരിച്ച് കിട്ടിയാൽ. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം ആകട്ടെ മുഅ്മിനാണ്, മുസ്ലിമാണ്, വിശ്വസിച്ച ആളാണ്. അദ്ദേഹം ചോദിച്ചു വരുന്ന ഈ സംശയം, അതിനുള്ള ഉത്തരം കുറച്ചു നേരം കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇവരെ ഇനി ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടുന്ന് അത്രയാണ് ഉദ്ദേശിച്ചത്. അവിടുന്ന് ഒരിക്കലും ഒരു പാവപ്പെട്ട ഒരാളെ അയാൾ പാവപ്പെട്ടവനാണ് എന്നതുകൊണ്ട് നിരസിച്ചതല്ല. സൂറത്ത് അബസ വായിക്കുമ്പോൾ ഇത് നന്നായി ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഉദ്ദേശം എന്തായിരുന്നു? ഇതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉദ്ദേശം അതായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യാണ് ചെയ്തത്. അബസ വ തവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു ലിസ്സക്ക എന്ന് തുടങ്ങുന്ന ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഒരാൾ ഹിദായത്തിലാകുക, ആകാതിരിക്കുക എന്നത് എന്നെ ഏൽപ്പിച്ച കാര്യമല്ല, അങ്ങേ അത് ഏൽപ്പിച്ചിട്ടില്ല. അവർ സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, സ്വീകരിച്ചാൽ അവർക്ക് നന്ദി. ദഅവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് പ്രബോധനം, ദീന് പഠിപ്പിക്കുക, ഖൈർ എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയല്ല, എത്തിച്ചു കൊടുക്കുന്ന അവർക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം. അതുകൊണ്ട് ഒരാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവേണ്ടതില്ല. മനസ്സിന് വിഷമം ഉണ്ടാവും, പക്ഷേ അതൊരു പരിധിക്കപ്പുറത്തേക്ക് അധികരിക്കേണ്ടതില്ല. ഇതാണ് ഇസ്മത്തുമായി ബന്ധപ്പെട്ട കാര്യം. ഇൻഷാ അള്ളാഹ് അടുത്ത ദർസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളെക്കുറിച്ച് കൂടി വിവരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. കാരണം അത് ഈ വിഷയത്തിലേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ്. അതേപോലെ തന്നെ കിതാബുള്ള വിശ്വാസം കഴിഞ്ഞ ഖുർആൻ ഒന്ന് പ്രത്യേകമായി പറയാൻ വിചാരിച്ചിരുന്നു, പക്ഷേ അത് അധികരിച്ചു പോകും, നീണ്ടുപോകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകൾ എന്താണ് എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ പഠിക്കുകയും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുകയും അതിൽ കുറവ് വരുത്തുകയും ചെയ്യരുത്. ഉദാഹരണത്തിന് സ്വലാത്ത് ഇല്ല എന്നുള്ള കാര്യം അവിടുത്തോടുള്ള ബാധ്യതയാണ്. അവിടുന്ന് പറഞ്ഞു, മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. എൻ്റെ പേര് കേട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവൻ അവനാണ് പിശുക്കൻ. അതോടെ പിശുക്കെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പിശുക്കെന്ന് പറയാൻ കാരണം ഇത് ഒരു ചെലവുമില്ലാതെ കിട്ടാവുന്ന വളരെ എളുപ്പമുള്ള നന്മയാണ്. ഈ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ പണിയെടുക്കാൻ അവൻ തയ്യാറല്ലെങ്കിൽ, അതിനുവേണ്ടി ഒരു ചെറിയ ഒന്ന് നാവ് നനക്കാൻ അവൻ തയ്യാറല്ലെങ്കിൽ, അത്ര ചെറിയൊരു കാര്യം സ്വന്തത്തിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ അവൻ തയ്യാറല്ലെങ്കിൽ അവൻ ഇത്രയും വലിയ പിശുക്കനാണ്. ആരാ പിശുക്കൻ തന്നെ? ശരിക്കും അവനവൻ്റെ പൈസ ചിലവാക്കാൻ ഒന്ന് ബുദ്ധിമുട്ടാൻ തയ്യാറല്ലാത്തവനാണ്. ഇത്ര വലിയ നന്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ പണിയെടുക്കാൻ അവൻ തയ്യാറല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് വലിയ ബാധ്യതയുണ്ട്. അവിടുത്തെ ഹദീസുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അറിയാന്നുള്ളത്, അവിടുത്തെ കുറിച്ച് പഠിക്കാന്നുള്ളത്, അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബാധ്യതയുള്ളത് റസൂലിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും അവിടുത്തെ ഓർക്കാത്ത, അവിടുത്തെ സ്മരിക്കാത്ത, അവിടത്തേക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ ദിവസങ്ങൾ കഴിയരുത്. മുൻഗാമികൾ പലരും വെള്ളിയാഴ്ചകൾ അതിനുവേണ്ടി മാറ്റിവെക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് അവരുടെ ചരിത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ 1000 തവണ സ്വലാത്ത് ചെല്ലിയ ആൾക്കാരുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു 1000 തവണ, പറഞ്ഞ അഭിപ്രായം ശരിയല്ല. 1000 തവണ ചൊല്ലിയാലാണ് അവൻ്റെ സ്വലാത്ത് എത്ര അധികരിക്കുക എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ആ അഭിപ്രായം ശരിയല്ല, നിശ്ചിത എണ്ണം വെക്കുക എന്നുള്ളത്. പക്ഷെ അതിന് മാത്രം അവർ സ്വലാത്ത് അധികരിപ്പിച്ചു തന്നെയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വലാത്ത് അധികരിപ്പിച്ചാലുള്ള പ്രതിഫലം എന്താ പറഞ്ഞത്? ഇത്ര ഹദീസ് നോക്കൂ നിങ്ങൾ. അവിടുന്ന് പറഞ്ഞു തുക്ഫ ഹമ്മുക വതുഗ്ഫർ ദംബുക, നിൻ്റെ എല്ലാ വ്യാകുലതകളും അള്ളാഹു നീക്കിത്തരും, നിൻ്റെ തിന്മകൾ അള്ളാഹു പുറത്തു തരും. സ്വലാത്ത് എന്നത് വളരെ പ്രാധാന്യമുള്ള ദിക്റാണ്. അള്ളാഹുവിൻ്റെ റസൂലുള്ള ബാധ്യതകൾ വളരെ വലുതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക എന്ന കാര്യം അവരെ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കുക എന്നുള്ളതിൽ, അതുപോലെ അവിടുത്തെ ചരിത്രം പഠിക്കുക എന്നുള്ള കാര്യത്തിൽ, ഇതിലൊക്കെ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം തെക്കാൾ ഒക്കെ അവിടുത്തോട് വിലയുണ്ട്. ഞാൻ ചോദിക്കുക, അവിടുത്തെ ഭാര്യമാരുടെ പേരെന്താ, അവിടുത്തെ മക്കളുടെ പേരെന്താ, എത്ര വയസ്സിലാണ് അവിടുത്തെ നബിയായത്, മക്കയിൽ എത്ര കാലം ജീവിച്ചു, മദീനയിൽ പോയിട്ട് എന്തൊക്കെ സംഭവിച്ചു, ബദർ എവിടെയായിരുന്നു, ഉഹദ് എങ്ങനെയാണ്, ഖന്ദഖ് എന്താണ്, തബൂക്കിലെ യുദ്ധം എന്താണ്, ഖൈബർ എന്താണ്, ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയാൽ നമുക്കൊന്നും അറിയില്ലെങ്കിൽ, നമുക്കതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ബാധ്യതയിൽ നമ്മൾ അങ്ങേറ്റം കുറവ് വരുത്തിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുത്തെ പഠിക്കുക എന്നുള്ളതും അവിടുത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ സ്നാനം കൽപ്പിക്കുക എന്നുള്ളതും വളരെ ആവശ്യമാണ്. ചിലപ്പോഴെങ്കിലും അള്ളാഹു അലം അതിന് കാരണം ചില ആളുകളെങ്കിൽ തൗഹീദ് മനസ്സിലാക്കുന്നതിലുള്ള പ്രശ്നമാണത്. തൗഹീദ് ഒരു ഭാഗത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില ആളുകളുടെ സംസാരത്തിൽ നിന്ന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സംസാരം ബഹുമാനമില്ലാത്തതായി മാറുന്നത് കാണാം. അത് ഈ തെറ്റായി മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ചില ആളുകൾ സംസാരം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ വാക്കുകൾ ഒരു വേറെ ഏതൊരാളെ പറ്റി പറയുന്ന പോലെ, സാധാരണ ഒരാളെ പറ്റി പറയുന്ന പോലെ സംസാരിക്കുക, അത് ചെയ്യരുത്. അവിടുത്തെ കുറിച്ച് ഒരിക്കലും ബഹുമാനമില്ലാത്ത, ആദരവില്ലാത്തൊരു പ്രയോഗം നടത്തരുത്. അവിടുത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഒരിക്കലും എന്തെങ്കിലും ഒരു സംസാരത്തിൻ്റെ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞു പോകരുത്. എത്ര വർത്തമാനത്തിനിടയിലാണെങ്കിലും ചില ആൾക്കാർ പറയുമ്പോൾ അങ്ങനെ നബി പറഞ്ഞില്ലേ, ഇങ്ങനെ നബി പറഞ്ഞില്ലേ, എത്ര പറഞ്ഞാലും ഇവനൊന്നും സ്വലാത്ത് പറയില്ല. അവൻ സ്വന്തം നാവുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നാലും സ്വലാത്ത് പറയില്ല. ഒരു വേറെന്തെങ്കിലും സാധാരണ വർത്തമാനത്തിൻ്റെ ഇടയിലാണെങ്കിൽ അതെന്തോ പ്രസംഗത്തിൽ ഖത്തീബിന് മാത്രമുള്ളതാണെന്ന് തോന്നുന്നു. അത് പ്രസംഗത്തിൽ പറയാൻ മാത്രമുള്ളതല്ല, അത് അവനവൻ്റെ വർത്തമാനത്തിൽ പറയുമ്പോഴുള്ളത് തന്നെയാണ്. സംസാരിക്കുമ്പോൾ ചെയ്യണം, സ്വലാത്ത് ചെല്ലണം. അള്ളാഹുവിൻ്റെ റസൂലിനോട് വലിയ ബാധ്യതയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്യുമ്പോൾ അവിടത്തേക്ക് കൊണ്ട് ദുആ ചെയ്യണം, അവിടുത്തെ ഒപ്പം എത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. സഹാബികൾ അങ്ങേറ്റം ആഗ്രഹിച്ചിരുന്ന കാര്യമാണത്. ഒരിക്കൽ സഹാബികളിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളു എടുക്കാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് കൊടുത്തു. കുറേ തവണ ഇങ്ങനെ സഹായിച്ചു. അപ്പോൾ ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, നിനക്കെന്താ ആഗ്രഹമല്ല, നീ എന്നോട് ചോദിച്ചോ. അവിടുന്ന് എന്തെങ്കിലും ഒരു കാര്യം പകരം നൽകാൻ ഉദ്ദേശിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം അവിടത്തേക്കൊരു സഹായം ചെയ്താൽ അതിന് പകരം ചെയ്യാന്നുള്ളത് അവിടുന്ന് ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ്. പക്ഷെ ആ സഹാബി കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ അങ്ങയുടെ അടുത്തുണ്ടായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടിയ അവസരം ചോദിച്ചാൽ അതാണ്. ചില ഹദീസുകൾക്കാണ് നബിയെ അങ്ങ് സ്വർഗത്തിലെത്തിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വളരെ മുകളിലായിരിക്കും, ഞാൻ താഴെയായിരിക്കും. അവരുടെ ആഗ്രഹം നോക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ എനിക്ക് അള്ളാഹുവിനോട് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി തേടുന്നതാണ്. വഅന്നി ബികസറത്തി സുജൂദ്, സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ ചെയ്താൽ
അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവിയിലേക്ക് എത്താൻ സാധിക്കും. നോക്കൂ, എത്രയെത്ര നന്മകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രോത്സാഹനം നൽകിയത് എങ്ങനെയാണ്? നല്ല സ്വഭാവം. എന്താ അവിടുന്ന് പറഞ്ഞത്? ഇന്ന അഖറബക്കും ഇലയ്യ മൻസിലതൻ, നിങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും അടുത്ത സ്ഥാനം ലഭിക്കാനിരിക്കുന്നത് ആർക്കാണ്? അഹ്സനുക്കും അഖ്ലാഖൻ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ. കാരണം അവിടുന്ന് അതൊരു ഒരു മുസ്ലിമിൻ്റെ ആഗ്രഹമായി എടുത്തു പറയുന്ന കാര്യം എന്താണ്? എൻ്റെ അടുത്തെത്തുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അവിടുത്തെക്കുറിച്ച് എന്താ പറയുക? ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബി അതിമഹത്തരമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. സഹാബികൾ ചിലർ അവിടുത്തോടുള്ള ബഹുമാനവും സ്നേഹം കാരണത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് അദ്ദേഹം പറഞ്ഞതായിക്കാണ്, ഞാൻ മുസ്ലിം ആയതിനു ശേഷം അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ബഹുമാനം കാരണത്താൽ ഞാൻ അവിടുത്തെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കിയിട്ടില്ല. സഹോദരങ്ങളെ, തൗഹീദുള്ളവരെ, പ്രത്യേകിച്ച് നിങ്ങൾ അത് ശരിയായ വിധത്തിൽ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്നത് ഇതിൽ അതിരുകവിഞ്ഞ ആളുകൾ അതിൽ അതിരുകവിഞ്ഞ് പഴിച്ചുപോയി എന്നത് ശരിയായ വിധത്തിലുള്ള സ്നേഹം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നതിന് തടസ്സമല്ല. അവർ പഴിച്ചതുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അതിൽ ശരിയായ മാർഗം പിൻപറ്റുന്നതിൽ മടി കാണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نسألك خير ما سألك عبدك ونبيك، ونعوذ بك من شر ما عاذ به عبدك ونبيك. اللهم اجعل كل قضاء قضيته لنا خيرا. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم، ونستغفرك لما لا نعلم. اللهم اغفر لنا ذنوبنا كلها دقها وجلها صغيرها وكبيرها سرها وعلانيتها. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا، إنك أنت المقدم وأنت المؤخر، إنك على كل شيء قدير.